ഗുഡ് ഈവനിങ്. എൻ്റെ പേര് അനുരാജ് AR. ഞാൻ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അപ്പോൾ ഇന്നത്തെ സെഷൻ ഡിസൈൻ ഓഫ് ഫ്ലാറ്റ് ബെൽറ്റ്സ്. അപ്പോൾ ഈ സെഷൻ ഓർഗനൈസ് ചെയ്തേക്കുന്നതും മെക്ക് KTU അസിസ്റ്റൻ്റ് ഹെൽപ്പോട് കൂടിയാണ്. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അവർക്ക് നന്ദി പറയുന്നു. ഈ വീഡിയോ നമുക്ക് എഡ്യൂസാപ്പ് യൂട്യൂബ് ചാനലിൽ ലൈവായി കാണാവുന്നതാണ്. ഈ ലൈവായി കാണുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇതിൻ്റെ പ്രീവിയസ് ആയിട്ട് ഡിസൈൻ ഓഫ് വി ബെൽറ്റ് ലൈവ് പോയിട്ടുണ്ടായിരുന്നു. ചാനൽ പ്ലേലിസ്റ്റിൽ അത് കാണാവുന്നതാണ്. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസൈൻ ഓഫ് ഫ്ലാറ്റ് ബെൽറ്റ്സ്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നിങ്ങൾ കാണുന്ന സ്റ്റുഡൻസ് എല്ലാം നോട്ട്ബുക്കും ഡിസൈൻ ഡേറ്റ ഹാൻഡ് ബുക്കും എടുത്തു വയ്ക്കുന്നത് നന്നായിരിക്കും. ഡിസൈൻ ഡേറ്റ ഹാൻഡ് ബുക്ക് ബൈ K മഹാദേവനാണ് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഫോളോ ചെയ്തിരിക്കുന്നത്. അതിലെ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് ഓരോ സ്റ്റെപ്പും ഡിഫൈൻ ചെയ്തേക്കുന്നത്. ആ ഡേറ്റ ഹാൻഡ് ബുക്ക് കയ്യിലുണ്ടെങ്കിൽ എടുത്ത് വെച്ചേക്കുക. ഇനി സെഷൻ ഉടനീളം വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ച് വെച്ചേക്കുക. ഈ ലൈവ് സെഷൻ്റെ ലാസ്റ്റ് 5 or 10 minutes നമുക്ക് ഇൻറ്ററാക്ട് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഡൗട്ട് ചോദിക്കാം. അപ്പോൾ നമ്മൾ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അഥവാ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും കമൻറ്റ് സെക്ഷനിലെ നിങ്ങളുടെ ഡൗട്ടിന് മെസ്സേജ് ആയിട്ട് തന്നെ റിപ്ലൈ അയക്കും. അപ്പോൾ നമുക്ക് സെഷനിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോൾ ഫ്ലാറ്റ് ബെൽറ്റ് ഡിസൈനിൽ നിങ്ങൾക്കിപ്പോൾ പാർട്ട് സിയിലാണ് ചോദിക്കുന്നത്. ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് മൊഡ്യൂൾ 5 ടോപ്പിക്കാണ്. അപ്പോൾ മൊഡ്യൂൾ 5 ഈ ടോപ്പിക്കിൽ 20 മാർക്ക് പ്രോബ്ലം വരാൻ ചാൻസ് ഈ ടോപ്പിക്കിൽ നിന്ന് വരാൻ ചാൻസ് കുറവാണ്. പകരം ഒരു അഡീഷണൽ ആയിട്ട് തിയറി പാർട്ടിലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. തിയറി പാർട്ടിലെ ക്വസ്റ്റ്യൻ മീൻസ് ചിലപ്പോൾ ചോദിക്കുന്നത് ഇതിൻ്റെ മാക്സിമം പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കും. അതിൻ്റെ ഒരു ഡെറിവേഷൻ ഒക്കെ ഉണ്ട്. ഈ ഫ്ലാറ്റ് ബെൽറ്റ് വഴി മാക്സിമം പവർ എത്ര ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, അതിനുള്ള കണ്ടീഷൻ എന്താണ്, ദെൻ ഇനീഷ്യൽ ടെൻഷനെ കുറിച്ച് ചോദിക്കാം, എഫക്റ്റ് ഓഫ് ഇനീഷ്യൽ ടെൻഷൻ ചോദിക്കാം, ദെൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഐഡിലർ പുള്ളി, അതിനെക്കുറിച്ച് 2 മാർക്കിന് 3 മാർക്കിന് ചോദിക്കും. അപ്പം അങ്ങനെയുള്ള തിയറി ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി വെച്ചേക്കണം. ശ്രദ്ധിക്കുക. മാക്സിമം പവർ ട്രാൻസ്മിഷൻ്റെ കണ്ടീഷൻ, ഇനീഷ്യൽ ടെൻഷനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ്, ദെൻ അതിൻ്റെ എഫക്റ്റ്, ഐഡിലർ പുള്ളി, അങ്ങനെയുള്ള കാര്യങ്ങളും തിയറി പാർട്ടിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് കണ്ടന്റിലോട്ട് പോവാം. അപ്പം നിങ്ങൾ കണ്ടന്റിലോട്ട് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഫിഗർ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം. ഇപ്പോൾ ഡിസ്പ്ലേയിൽ നിങ്ങൾക്കൊരു ഫിഗർ കാണാവുന്നതാണ്. ഈ ഡിസ്പ്ലേയിൽ കാണുന്ന ഫിഗറിൽ നമുക്ക് ഡ്രൈവർ യൂണിറ്റ് കണക്ട് ചെയ്ത് ഒരു ഡ്രൈവ് പുള്ളി ഉണ്ടായിരിക്കും. ഇപ്പോൾ ഡ്രൈവ് പുള്ളി ഡ്രിവൺ പുള്ളിയിലോട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ ഫ്ലാറ്റ് ബെൽറ്റ് വഴിയാണ്. ഈ ഫ്ലാറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ പവർ ട്രാൻസ്മിഷൻ എലമെന്റ് ആണ്. അപ്പോൾ ഈ കാറ്റഗറിയിൽ വേറെയും ഡ്രൈവുകളുണ്ട്. വി ബെൽറ്റ്, ചെയിൻ ഡ്രൈവ് ഒക്കെ ഫ്ലെക്സിബിൾ പവർ ട്രാൻസ്മിഷൻ എലമെന്റ്സ് ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഡിസൈൻ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം, ഒന്ന് ഇതിന്റെ മെമ്പേഴ്സ് ഏതൊക്കെയാണ്? ഡ്രൈവ് പുള്ളി, ഡ്രിവൺ പുള്ളി. അപ്പോൾ അതിന്റെ മെറ്റീരിയൽ എന്താണ്, അതിന്റെ ഡയമെൻഷൻ എന്താണ്? അടുത്തത് ഫ്ലാറ്റ് ബെൽറ്റ് മെറ്റീരിയൽ എന്താണ്, അതിന്റെ ബേസിക് ഡയമെൻഷൻ എന്താണ്? പിന്നെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ സെന്റർ ഡിസ്റ്റൻസ്, ലെങ്ത് ഓഫ് ബെൽറ്റ്, ആംഗിൾ ഓഫ് കോണ്ടാക്ട്, ഫ്രിക്ഷൻ ബിറ്റ്വീൻ പുള്ളി ആൻഡ് ബെൽറ്റ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനുശേഷം അതിന്റെ ഡയമെൻഷനിൽ നമ്മൾ മേജറായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു കാൽക്കുലേഷൻ വരുന്നത് ബെൽറ്റിന്റെ വിഡ്ത്ത് ആണ്, അതിന്റെ കാൽക്കുലേഷൻ. പിന്നെ അതിനുശേഷം നമ്മൾ അതിന്റെ വരുന്ന ടെൻഷൻസ്, സെൻട്രിഫ്യൂഗൽ ടെൻഷൻ, പിന്നെ ടൈറ്റ് സൈഡിലെ ടെൻഷൻ, സ്ലാക്ക് സൈഡിലെ ടെൻഷൻ, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. ഇതാണ് ബേസിക് ആയിട്ടുള്ള കണ്ടന്റ്സ്. അപ്പോൾ ഈ ഫിഗർ വെച്ചിട്ട് നിങ്ങളത് മെമ്മറൈസ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പ് എങ്ങനെ നോക്കാം. ഫസ്റ്റ് വൺ, മേക്ക് എ പ്രിലിമിനറി ഡിസിഷൻ. മീൻസ് ഇതിന്റെ പുള്ളി മെറ്റീരിയൽ, ബെൽറ്റ് മെറ്റീരിയൽ, വർക്ക് ചെയ്യുന്ന കണ്ടീഷൻ, ഡിസൈൻ, പവർ, ഇതൊക്കെയാണ് പ്രിലിമിനറി ഡിസിഷനിൽ വരുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ്,
ഫൈൻഡ് ദി ഡയമീറ്റർ ഓഫ് മോട്ടോർ പുള്ളി. പുള്ളി ഡയമീറ്റർ കണ്ടുപിടിക്കുക. അപ്പൊ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ബേസ് ചെയ്ത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന വെലോസിറ്റി അറിയാം, ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പവറും അറിയാമെങ്കിൽ നമുക്ക് ഡയമീറ്റർ ഓഫ് ദ പുള്ളി കണ്ടുപിടിക്കാം. ഇനി അതിനുശേഷം ഡയമീറ്റർ ഓഫ് ദ ഡ്രിവൺ പുള്ളി, ഡ്രൈവർ പുള്ളിയും കണ്ടുപിടിക്കണം, ഡയമീറ്റർ ഓഫ് ദ ഡ്രിവൺ പുള്ളിയും കണ്ടുപിടിക്കണം. ഈ രണ്ട് ഡയമീറ്ററും കണ്ടുപിടിച്ചാൽ നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാം. സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിളിൽ തന്നിട്ടുണ്ട്, അത് നോക്കി നമുക്ക് സ്റ്റാൻഡേർഡ് വാല്യൂ ചൂസ് ചെയ്യാം. സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയർ അതൊന്നുമില്ല. നമ്മളിപ്പോ ഡയമീറ്റർ ഓഫ് ദ മോട്ടോർ അല്ലെങ്കിൽ ഡ്രൈവർ പുള്ളി കണ്ടുപിടിച്ച ഉടനെ നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്ത് വാല്യൂ എഴുതാം. അതുപോലെ ഡ്രിവൺ പുള്ളി വാല്യൂ കണ്ടുപിടിച്ച് സ്റ്റാൻഡർഡൈസ് ചെയ്ത് വാല്യൂ എഴുതി വെക്കാം. അതിനുശേഷമുള്ള കാൽക്കുലേറ്റ് ദി ബെൽറ്റ് സ്പീഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. സാർ 1 മിനിറ്റ്, നമുക്ക് യൂട്യൂബിന് ചെറിയൊരു എറർ വന്ന് കിടക്കുന്നുണ്ട്. യൂട്യൂബിൽ വീഡിയോ ഡാറ്റ കണക്ഷൻ പ്രോബ്ലം വന്നിട്ടുണ്ട്. സെഷൻ ഒന്നുകൂടെ എടുക്കണോ? അതെ, ഓക്കെ, ഒന്ന് കണ്ടൻസ് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ഒന്നും കൂടെ ഞാനത് കണക്ഷൻ ഒന്ന് ആയിക്കോട്ടെ. ഓക്കെ, കണ്ടൻസ് മാത്രം ഒന്നും കൂടെ ഒന്ന് റീവൈൻഡ് ചെയ്യുക, ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ നമുക്ക് കണ്ടിലോട്ട് കടക്കുമ്പോൾ പ്രധാനമായിട്ട് ഓർക്കാനുള്ളത് ഈ ഒരു ഫിഗറാണ്. അപ്പൊ തന്നിരിക്കുന്ന ഫിഗർ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ഇത്രയും കാര്യം ഓർത്താൽ മതി. ഇപ്പൊ ഫിഗർ കാണുന്ന പോലെ ഫ്ലാറ്റ് ബെൽറ്റിന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത് ഡ്രൈവ് പുള്ളി, ഡ്രിവൺ പുള്ളി. ഈ ഡ്രൈവ് പുള്ളിയും ഡ്രിവൺ പുള്ളിയും കണക്ട് ചെയ്ത് ഒരു ഫ്ലെക്സിബിൾ പവർ ട്രാൻസ്മിഷൻ എലമെന്റ് ആയ ബെൽറ്റും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഫ്ലെക്സിബിൾ പവർ ട്രാൻസ്മിഷനിലും വേറെ എക്സാമ്പിൾസ് ഉണ്ട്. വി ബെൽറ്റ്, ചെയിൻ ഡ്രൈവ് ഒക്കെ ഫ്ലെക്സിബിൾ പവർ ട്രാൻസ്മിഷൻ എലമെന്റിന് എക്സാമ്പിൾസ് ആണ്. നിങ്ങൾക്ക് ഈ ഫിഗർ കാണുന്ന പോലെ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. അപ്പൊ എന്തൊക്കെയാണ് ഡിസൈൻ ചെയ്യാനുള്ളതെന്ന് ഒരു ക്വിക്ക് ഐഡിയ തരാം. അതായത് ഇപ്പൊ ഡ്രൈവിംഗ് യൂണിറ്റ് കണക്ട് ചെയ്ത് ഒരു ഡ്രൈവ് പുള്ളി ഉണ്ടായിരിക്കും, അതിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. ഇനി ഡ്രൈവ് പുള്ളിയിൽ നിന്ന് ഡ്രിവൺ പുള്ളിയെ കണക്ട് ചെയ്തിട്ട് ബെൽറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഡ്രിവൺ പുള്ളി ഉണ്ടല്ലോ, ഡ്രിവൺ പുള്ളിയുടെ ഡയമീറ്ററും കണ്ടുപിടിക്കണം. അതിനുശേഷം ഇത് കണക്ട് ചെയ്തേക്കുന്ന ബെൽറ്റിന്റെ ഡയമെൻഷൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ വിട്ടും തിക്നെസ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ലെങ്ത് ഓഫ് ദ ബെൽറ്റ്, പിന്നെ ഡ്രൈവ് പുള്ളിയും ബെൽറ്റും തമ്മിലുള്ള ആംഗിൾ ഓഫ് കോണ്ടാക്ട്, അതിനിടയ്ക്കുള്ള ഫ്രിക്ഷൻ, ബെൽറ്റിന്റെ വെലോസിറ്റി, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ് കണ്ടുപിടിക്കാനുള്ളത്. പിന്നെ സെന്റർ ഡിസ്റ്റൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണം. പിന്നെ അഡീഷണൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബെൽറ്റിൽ അനുഭവപ്പെടുന്ന ടെൻഷൻ. ഇപ്പൊ ടൈറ്റ് സൈഡ് ഉണ്ടാവും, സ്ലാക്ക് സൈഡ് ഉണ്ടാവും. ഇപ്പൊ ടൈറ്റ് സൈഡിലെ ടെൻഷൻ എന്താണ്, അതിന്റെ വാല്യൂ, സ്ലാക്ക് സൈഡിലെ ടെൻഷൻ വാല്യൂ, സെൻട്രിഫ്യൂഗൽ ടെൻഷൻ ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ, ഇനിഷ്യൽ ടെൻഷൻ അതിന്റെ വാല്യൂ, ഇതെല്ലാമാണ് ബേസിക് ആയിട്ട് നമ്മൾ ഡിസൈൻ പ്രൊസീജിയറിൽ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ കണ്ടന്റിലോട്ട് പോകാം. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് മേക്ക് എ പ്രിലിമിനറി ഡിസിഷൻ. ഒന്നുമില്ല, അതായത് ബെൽറ്റ് മെറ്റീരിയൽ, പുള്ളി മെറ്റീരിയൽ, അതിന്റെ സർവീസ് കണ്ടീഷൻ, അതിനുശേഷം എത്ര പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക, ഡിസൈൻ പവർ, എന്ത് പവറാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രിലിമിനറി ഡിസിഷൻ ആയിട്ട് പറയും. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് വേറെ ഒന്നുമല്ല, മോട്ടോർ പുള്ളി അല്ലെങ്കിൽ ഡ്രൈവർ പുള്ളിയുടെ ഡയമീറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷനിൽ നമുക്ക് പവറും എത്ര RPM മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്നത് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദി ഡയമീറ്റർ ഓഫ് ഡ്രിവൺ പുള്ളി. അതായത് ഡ്രൈവർ പുള്ളി ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രിവൺ പുള്ളി ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഈ രണ്ട് ഡയമീറ്റർ വാല്യൂ കിട്ടിയാൽ നമുക്ക് ചെയ്യാവുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ ഡേറ്റാ ബുക്കിൽ ടേബിൾ തന്നിട്ടുണ്ട്, അത് നോക്കി നമുക്ക് കിട്ടിയ വാല്യൂ സ്റ്റാൻഡർഡൈസ് ചെയ്ത് എടുക്കാം. അപ്പൊ ഡ്രൈവർ പുള്ളി ഡയമീറ്റർ കിട്ടിയ ഉടനെ തന്നെ നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാം. കറസ്പോണ്ടിങ്ങിലി ഡ്രിവൺ പുള്ളി ഡയമീറ്ററും സ്റ്റാൻഡർഡൈസ് ചെയ്ത് എഴുതാം. നാലാമത്തെ സ്റ്റെപ്പായിട്ട് അത് ആ വാല്യൂസ് എടുത്തെഴുതിയാൽ മതിയാവും. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ദി ബെൽറ്റ് സ്പീഡ്. അപ്പൊ ഈ ബെൽറ്റ് എത്ര സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്ത് പോകുന്നത് എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കാം. ദെൻ ഡിറ്റർമിൻ ദി സെന്റർ ഡിസ്റ്റൻസ്. അതായത് ഡ്രൈവർ പുള്ളിയും ഡ്രിവൺ പുള്ളിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ഇക്വേഷൻ വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി
ഡിറ്റർമിൻ ദി കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അതായത് ബെൽറ്റ് ഡ്രൈവ് പുള്ളിയായിട്ട് കണക്ട് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫ്രിക്ഷന്റെ എഫക്റ്റ് വെച്ചിട്ടാണ്. ഇപ്പൊ തമ്മിൽ ഫ്രിക്ഷണൽ കോണ്ടാക്ട് ആണ് ഉള്ളത്. ആ ഫ്രിക്ഷൻ വാല്യൂ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ബെൽറ്റ്. ബെൽറ്റ് ലെങ്ത് കണ്ടുപിടിക്കാനും ഇക്വേഷൻ ഉണ്ട്. അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ലെങ്ത് ഓഫ് ദി ബെൽറ്റ് കിട്ടും. അടുത്ത സ്റ്റെപ്പ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. അതായത് ഡ്രൈവർ പുള്ളിയും ഡ്രിവൺ പുള്ളിയിലും ബെൽറ്റ് ഒരു നിശ്ചിത ആംഗിൾ മാത്രമേ കോണ്ടാക്റ്റിൽ വരുന്നുള്ളൂ. ആ കോണ്ടാക്റ്റിൽ വരുന്ന ആംഗിൾ എത്രയാണ്, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇനി കാൽക്കുലേറ്റ് ദി വിഡ്ത്ത് ഓഫ് ബെൽറ്റ്. ഇപ്പൊ ബെൽറ്റിന്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. പവറിന്റെ ഇക്വേഷൻ ബേസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത് ബെൽറ്റിന്റെ വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാല്യൂസ് ഓഫ് ടെൻഷൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ടൈറ്റ് സൈഡിൽ ടെൻഷൻ ഉണ്ട് T1, സ്ലാക്ക് സൈഡിൽ ടെൻഷൻ ഉണ്ട് T2, ദെൻ ഇനിഷ്യൽ ടെൻഷൻ T0, സെൻട്രിഫ്യൂഗൽ ടെൻഷൻ TC. അങ്ങനെയുള്ള ടെൻഷൻ വാല്യൂസ് എല്ലാം നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കണ്ടുപിടിക്കാം. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ സ്റ്റെപ്പിലോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. സ്റ്റെപ്പ് 1, മേക്ക് എ പ്രിലിമിനറി ഡിസിഷൻ. ഇപ്പൊ എന്തൊക്കെ വാല്യൂസ് ആണ് നമുക്ക് എടുത്ത് നോട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ബെൽറ്റ്. നമ്മൾ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ബെൽറ്റ് നമ്മൾ ഒന്നുകിൽ ക്വസ്റ്റ്യനിൽ ലെതർ ബെൽറ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഡേറ്റ തന്നിരിക്കും. അതല്ല എങ്കിൽ നമുക്കൊരു വാല്യൂ ചൂസ് ചെയ്യാം, ഒരു ബെൽറ്റ് ചൂസ് ചെയ്യാം. എന്ന് പറയുന്നത് ജനറലി ഓക്ക് ടാൻഡ് ഓർ മിനറൽ ടാൻഡ് ലെതർ ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഡിസൈൻ സ്ട്രെസ് വാല്യൂ എന്ന് പറയുന്നത് 2 MPa ആണ്. 2 MPa ഉള്ള ലെതർ ബെൽറ്റ് ആണ് നമ്മൾ മെറ്റീരിയൽ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കാര്യം ചിലപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ബെൽറ്റ് മെറ്റീരിയലിനെ കുറിച്ചും അതിന്റെ ഡിസൈൻ സ്ട്രെസ്സിനെ കുറിച്ചും സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാല്യൂ എടുക്കുക. ദെൻ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ പുള്ളി. ഡാമിംഗ് പ്രോപ്പർട്ടി, നല്ല ഡാമിംഗ് പ്രോപ്പർട്ടി ഉള്ള കാസ്റ്റേൺ ആണ് പുള്ളി മെറ്റീരിയൽ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പൊ മിക്കവാറും ക്വസ്റ്റ്യനിൽ ഈ ഡേറ്റ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. അപ്പൊ നമുക്ക് പുള്ളി മെറ്റീരിയൽ ആയിട്ട് കാസ്റ്റേൺ ചൂസ് ചെയ്യാം. അടുത്തെന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ജോയിന്റ്, അതായത് ലെതർ ജോയിന്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ജോയിന്റിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ജോയിന്റ് എഫിഷ്യൻസി എന്നൊരു ടേം കൂടെ അവിടെ വരും. ആ ജോയിന്റ് എഫിഷ്യൻസി ടേം വരുന്നത് ഡിഫൈൻ ചെയ്തേക്കുന്നത് ടേബിൾ 14.5 പേജ് 307 നിങ്ങൾ ടേബിൾ 14.5 പേജ് നമ്പർ 307, ടേബിൾ 14.5 പേജ് നമ്പർ 307 നോക്കുക. അതിനകത്ത് ഒരു ടേബിൾ തന്നിട്ടുണ്ട്, റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ബെൽറ്റ് ജോയിന്റ്സ്. അല്ലെങ്കിൽ പറഞ്ഞേക്കുന്നത് ടൈപ്പ് ഓഫ് ജോയിന്റ്. ടൈപ്പ് ഓഫ് ജോയിന്റിന് പല ടൈപ്പ് ജോയിന്റ്സ് ഉണ്ട്. അതിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് വെച്ചാൽ എഫിഷ്യൻസിയും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനകത്ത് ചിലപ്പോൾ ഈ ജോയിന്റിനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ ഒരു ഡേറ്റയും തരത്തിലായിരിക്കും. ആ സമയത്ത് നമുക്ക് കറസ്പോണ്ടിങ് ഒരു ജോയിന്റ് അസ്യൂം ചെയ്യാം. അതല്ല ഡേറ്റ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടേബിൾ നോക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫിഷ്യൻസി മാർക്ക് ചെയ്യാം. അപ്പൊ ഈ വീഡിയോയുടെ സെക്കൻഡ് സെഷനിൽ, അതായത് ലാസ്റ്റ് സെഷനിലായിട്ട് ഇത് വർക്ക് ചെയ്യുന്നു. ഹലോ
ഹലോ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഹലോ. സർ കേൾക്കാം, പറഞ്ഞു പറഞ്ഞു. ഓക്കെ, ലൈവ് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? ഹലോ, യൂട്യൂബില്. ഓക്കെ, അത് കറക്റ്റ് ചെയ്തോളാം, കുഴപ്പമില്ല. ഓക്കെ, സെഷൻ കണ്ടിന്യൂ ചെയ്യാണ്, കുഴപ്പമില്ലല്ലോ. കണ്ടിന്യൂ ചെയ്തോളൂ സർ, കുഴപ്പമില്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് ജോയിന്റ് എഫിഷ്യൻസിയെ കുറിച്ച് നോക്കാം. അപ്പൊ ഈ ഒരു കാര്യം ഇപ്പൊ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ജോയിന്റിനെ കുറിച്ച് ഇപ്പൊ ക്വസ്റ്റ്യനിൽ ഡേറ്റ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ആ സമയം നമുക്ക് ജോയിന്റ് എഫിഷ്യൻസി ടേബിൾ 14.15 വെച്ചിട്ട് 14.5 വെച്ചിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യേണ്ടത് പേജ് നമ്പർ 307 ഈ ടേബിൾ ആണ്. ടേബിൾ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യം പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ജോയിന്റ് എഫിഷ്യൻസിയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ അതിനകത്ത് ഡേറ്റ ഒന്നും തന്നില്ലെങ്കിൽ എനിക്ക് സിമെന്റഡ് എൻഡ്ലെസ് സിമെന്റഡ് അറ്റ് ഫാക്ടറി അങ്ങനെ ഒരു ജോയിന്റ് എടുക്കാം. അപ്പോൾ ജോയിന്റിന്റെ എഫിഷ്യൻസി ഡിഫൈൻ ചെയ്തേക്കുന്ന റേഞ്ച് 90 to 100 ആണ്. അപ്പൊ എഫിഷ്യൻസി വാല്യൂ ആയിട്ട് എനിക്ക് ആണെങ്കിൽ 90 എടുക്കാം, അല്ലെങ്കിൽ 95, 100 ഏത് വാല്യൂ ആണ് ചൂസ് ചെയ്യാൻ പറ്റും. അതെന്റെ അസംഷൻ ആണ്. അപ്പൊ ഇതാണ് ജോയിന്റ് എഫിഷ്യൻസിയെ കുറിച്ച് പറയാനുള്ളത്. സോറി, സെക്കൻഡ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതാണ് ജോയിന്റ് എഫിഷ്യൻസിയുടെ കാര്യം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് സർവീസ് കണ്ടീഷൻ. ഈ സർവീസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്നുമല്ല. ഇപ്പോൾ ബെൽറ്റ് ഡ്രൈവ് എത്ര സമയം ഓപ്പറേറ്റ് ചെയ്യുന്നു, ഏത് കണ്ടീഷൻ, ഏത് ടൈപ്പ് ഓഫ് ലോഡാണ്, മീഡിയം ലോഡാണോ, ഹെവി ലോഡാണോ, ഹെവി ഷോക്ക് ഉണ്ടോ, മീഡിയം ഷോക്ക് ഉണ്ടോ, അതെ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു, അങ്ങനെ കുറെ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് സർവീസ് കണ്ടീഷൻ വാല്യൂ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണ ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് 1.2 ശ്രദ്ധിക്കുക, 1.2 എന്ന് പറയുന്ന ഒരു ജനറൽ വാല്യൂ എടുത്തിട്ട് നമുക്ക് ആ വാല്യൂ ഫിക്സ് ചെയ്യാം. സർവീസ് വാല്യൂ എന്ന് പറയുന്നത് 1.2, സർവീസ് കണ്ടീഷൻ സർവീസ് ഫാക്ടർ CS ഈക്വൽ ടു 1.2 എടുത്ത് ഫിക്സ് ചെയ്യാം. അതല്ല, സർവീസ് കണ്ടീഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വാല്യൂ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാൻ ഇക്വേഷൻ ഇതാണ്. CS ഈസ് ഈക്വൽ ടു C1, C2, C3, C4, C5. അപ്പൊ ടേബിൾ ഞാൻ കാണിച്ചു തരാം. ടേബിൾ 14.8 പേജ് 310. അപ്പൊ ടേബിൾ എടുത്ത് നോക്കുക. ടേബിൾ 14.8 പേജ് 310 ഇതാണ് ടേബിൾ. അപ്പോൾ ഇവിടെ 5 കണ്ടീഷനൊക്കെ തന്നിട്ടുണ്ട്. കണ്ടീഷൻ 1 നോർമൽ, ഓയിലി, വെറ്റ്, ഡസ്റ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ക്ലീൻ ആണെങ്കിൽ 1.2 എടുക്കാം, അതായത് C1 വാല്യൂ 1.2 എടുക്കാം ക്ലീൻ കണ്ടീഷൻ ആണെങ്കിൽ. ആംഗിൾ ഓഫ് സെന്റർ ലൈനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫുള്ളി മെറ്റീരിയൽ, സർവീസ് ടെമ്പററി ആണോ, നോർമൽ ഓർ കണ്ടിന്യൂസ് സർവീസ് ആണോ, അത് പീക്ക് ലോഡ്, ഇലക്ട്രിക്കൽ മോട്ടോർ ഡ്രൈവ്സ് അതിന്റെ പുള്ളി ഡയമീറ്റർ തന്നിട്ടുണ്ട്. ലൈറ്റ്, ജെർക്കി ലോഡ്, ഷോക്ക്, റിവേഴ്സിംഗ് ലോഡ്, അങ്ങനെയുള്ള കുറെ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ക്വസ്റ്റ്യന് വ്യക്തമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതനുസരിച്ചുള്ള വാല്യൂ എടുത്തിട്ട് അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് CS വാല്യൂ കണ്ടുപിടിക്കാം. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. CS ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് C1, C2, C3, C4, C5. എല്ലാ വാല്യൂസ് നമുക്ക് ഈ ടേബിളിൽ നിന്ന് കിട്ടും. അതായത് 1, 2, 3, 4, 5 എന്ന് കൊടുത്തേക്കുന്നത് C1, C2, C3, C4, C5 വാല്യൂസ് ആണ്. ആ വാല്യൂസ് എല്ലാം നമുക്ക് ചൂസ് ചെയ്തതിന് കറസ്പോണ്ടിങ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന കണ്ടീഷൻ വെച്ച് ചൂസ് ചെയ്തിട്ട് അതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് CS വാല്യൂ കണ്ടുപിടിക്കാം. അഥവാ അങ്ങനെയൊന്നും പറഞ്ഞില്ല എങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് CS-ന്റെ വാല്യൂ 1.2 എന്ന് അസ്യൂം ചെയ്യാൻ പറ്റും. ഇതാണ് സർവീസ് കണ്ടീഷൻ. എന്തിനാണ് സർവീസ് കണ്ടീഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഡിസൈൻ പവർ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് സർവീസ് കണ്ടീഷന്റെ ആവശ്യം. അതെങ്ങനെയാന്ന് നോക്കാം. ഡിസൈൻ പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്?
PD, design power PD is equal to P into CS, kilowatt value. P എന്ന് പറയുന്നത് പവർ ടു ബി ട്രാൻസ്മിറ്റഡ്. പവർ ടു ബി ട്രാൻസ്മിറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിന് സർവീസ് കണ്ടീഷനുമായിട്ട് സർവീസ് ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിസൈൻ ചെയ്യാനുള്ള പവറിന്റെ വാല്യൂ കിട്ടും. ഇതാണ് പ്രിലിമിനറി ഡിസിഷൻസിൽ വരുന്നത്. അതായത് ജോയിന്റ് എഫിഷ്യൻസി, മെറ്റീരിയലിനെ കുറിച്ചുള്ള ഡേറ്റ, സർവീസ് കണ്ടീഷൻ വെച്ചിട്ട് ഡിസൈൻ പവർ. ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് ഒന്നുമില്ല, ഫൈൻഡ് ദി ഡയമീറ്റർ ഓഫ് ദ മോട്ടോർ പുള്ളി യൂസിങ് ദ റിലേഷൻ D is equal to 630 into cube root of PD by omega max. ഇതേ ഇക്വേഷൻ നമ്മൾ വി ബെൽറ്റ് ഡ്രൈവ് കാൽക്കുലേഷനിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നോട്ട് ചെയ്യുക പേജ് നമ്പർ 292, ഇക്വേഷൻ 14.9a. ഇക്വേഷൻ നോട്ട് ചെയ്യുക പേജ് നമ്പർ 292, 14.9a. D is equal to 630 into cube root of PD by omega max. PD എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഡിസൈൻ പവർ. തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഡിസൈൻ പവർ കണ്ടുപിടിച്ചായിരുന്നു, ആ വാല്യൂ. ഇനി ഒമേഗ മാക്സ് എന്താന്ന് നോക്കാം. ഒമേഗ മാക്സ് എന്ന് പറയുന്നത് 2πn/60. അതിനകത്ത് n മാക്സ്, അതായത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പുള്ളി ഡ്രൈവ് ഒരു RPM റൊട്ടേറ്റ് ചെയ്യും. ഡ്രൈവർ പുള്ളി ഒരു RPM റൊട്ടേറ്റ് ചെയ്യും. ഡ്രിവൺ പുള്ളി വേറൊരു RPM റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ N1 N2 എന്നൊക്കെ വിളിക്കാം. അപ്പോൾ അതിനകത്തൊരു മാക്സിമം വാല്യൂ ഉണ്ടായിരിക്കും. ആ മാക്സിമം വാല്യൂ ചൂസ് ചെയ്ത് ഒമേഗ മാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഒമേഗ മാക്സ് ഈക്വൽ ടു 2πn/60. അതിൽ RPM വാല്യൂ ആണ് കൊടുക്കാറുള്ളത്. അത് കൊടുക്കുമ്പോൾ നമുക്ക് റേഡിയൻ പെർ സെക്കൻഡിലുള്ള വാല്യൂ കിട്ടും. ആ ഒമേഗ മാക്സും ഡിസൈൻ പവറോട് ചൂസ് ചെയ്തിട്ട് നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കാം. അടുത്ത n എന്ന് പറയുന്ന സ്പീഡ് ഇൻ RPM വാല്യൂ ആണ്. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 2. ഇത് ചെയ്ത ഉടനെ കിട്ടിയ വാല്യൂവിനെ നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാം. അത് പറഞ്ഞു തരാം. ഇനി സ്റ്റെപ്പ് നമ്പർ 3. സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ഡയമീറ്റർ ഓഫ് ഡ്രിവൺ പുള്ളി ബൈ കൺസിഡറിങ് സ്ലിപ്പ് ഇൻ ദ ബെൽറ്റ് ആൻഡ് നെഗ്ലക്ടിങ് ദ ബെൽറ്റ് തിക്നെസ്. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്, സ്ലിപ്പ്. പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ലിപ്പിനെ കുറിച്ച് വേണമെങ്കിൽ 1-2 മാർക്ക്, 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് സ്ലിപ്പ് എന്നൊക്കെ വെച്ചാൽ, സ്ലിപ്പ് ഒന്നുമില്ല, നമ്മുടെ ബെൽറ്റ് ഡ്രൈവർ പുള്ളിയും ബെൽറ്റും തമ്മിൽ ഫ്രിക്ഷണൽ കോണ്ടാക്ട് ആണ് ഉള്ളത്. ആ കോണ്ടാക്റ്റിൽ ചിലപ്പോൾ ഈ ഒരു സ്ലിപ്പ് അല്ലെങ്കിൽ തെന്നി മാറാൻ ചാൻസ് ഉണ്ട്. ആ പുള്ളി ബെൽറ്റിൽ നിന്ന് തെന്നി മാറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഫാക്ടറിനെ വിളിക്കുന്ന പേരാണ് സ്ലിപ്പ്. അപ്പൊ അതിന്റെ വാല്യൂ സാധാരണ വരുന്നത് 1 to 3% ആയിട്ടാണ് പറയുന്നത്. അതിന്റെ പെർസെൻറ്റേജ് വാല്യൂ ആണ് പറയുന്നത് 1 to 3%. ഇനി ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ വി ബെൽറ്റിന്റെയും ഫ്ലാറ്റ് ബെൽറ്റിന്റെയും ഒരു ഡിഫറൻസ് ആയിട്ട് പറയാറുണ്ട്. അഡ്വാൻറ്റേജ്, അതായത് വി ബെൽറ്റിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് സ്ലിപ്പ് ഇല്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അത് ഓർമ്മിച്ച് വെച്ചേക്കാം. അപ്പൊ നമുക്ക് ആ റിലേഷൻ എങ്ങനെയാന്ന് നോക്കാം. ക്യാപിറ്റൽ D is equal to 1 - എപ്സിലോൺ എന്ന് വിളിക്കുക ഇൻറ്റു D ഇൻറ്റു I. അപ്പൊ ഈ ഒരു വേരിയബിൾ ആണ് നമ്മൾ സ്ലിപ്പ് ആയിട്ട് കൊടുക്കുന്നത്. ഈ ഒരു വേരിയബിൾ വാല്യൂ ആണ് സ്ലിപ്പ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ 1% ആണെങ്കിൽ 0.01 അങ്ങനെ ഒരു വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 - 0.01 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഇൻറ്റു D. D എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ് ചെയ്ത ഡ്രൈവർ പുള്ളി ഡയമീറ്റർ. ദെൻ I എന്ന് പറയുന്നത് വെലോസിറ്റി റേഷ്യോ. അപ്പോൾ വെലോസിറ്റി റേഷ്യോ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇൻപുട്ട് സ്പീഡ്, ഇൻപുട്ട് RPM വാല്യൂ ഉണ്ട്, ഔട്ട്പുട്ട് RPM വാല്യൂ ഉണ്ട്. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വെലോസിറ്റി റേഷ്യോ വാല്യൂ കിട്ടും. ഇതിൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് പറയും ഇത്ര വെലോസിറ്റി റേഷ്യോ, ട്രാൻസ്മിഷൻ റേഷ്യോയിലായിരിക്കണം പവർ ഡെലിവറി ചെയ്യേണ്ടത്. അപ്പോൾ ആ വെലോസിറ്റി റേഷ്യോ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഇക്വേഷൻ 14.9b, പേജ് നമ്പർ 292. ഡേറ്റാ ബുക്കിലെ പേജ് നമ്പർ 292 ഇക്വേഷൻ 14.9b. ഓക്കെ, ഇവിടുത്തെ I എന്ന് പറയുന്നത് വെലോസിറ്റി റേഷ്യോ, E എന്ന് പറയുന്നത് എപ്സിലോൺ എന്ന് പറയുന്നത് സ്ലിപ്പ് ഓർ ക്രീപ്പ് ഇൻ ദ ബെൽറ്റ്. പെർസെൻറ്റേജ് 1 to 3% ആയിരിക്കും വാല്യൂ എടുക്കാനുള്ളത്. ഓക്കെ, നമുക്കിനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അടുത്ത സ്റ്റെപ്പ് വേറൊന്നുമല്ല, സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്. സ്റ്റാൻഡർഡൈസ് പുള്ളി ഡയമീറ്റേഴ്സ് ഇൻ സ്റ്റെപ്പ് 2 ആൻഡ് സ്റ്റെപ്പ് 3. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ടേബിൾ എന്ന് പറഞ്ഞാൽ 14.13b, പേജ് 313. ഓക്കെ, ആ ടേബിൾ നമുക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് ടേബിൾ 14.13b, 313 പേജിലുള്ള ടേബിൾ.
അപ്പോൾ ഈ ടേബിൾ നോക്കിയാൽ അതിന്റെ സീരീസ് ഓഫ് സ്റ്റാൻഡേർഡ് വാല്യൂസ് കാണാം. അപ്പോൾ പുള്ളിയിൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് വാല്യൂസ് കാണാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 357 അല്ലെങ്കിൽ 360 വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നോക്കുമ്പോൾ എനിക്ക് ഇവിടെ ഉള്ള വാല്യൂസ് എന്ന് പറയുന്നത് 355 ആണ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് എടുക്കാറുള്ളത്. 355 കഴിഞ്ഞാൽ വരുന്ന വാല്യൂ 400 ആണ്. അപ്പോൾ അതിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് 400. ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നത്. ഓരോ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പ്രോബ്ലം വരുമ്പോൾ നമുക്ക് നോക്കാം. ഈ സെഷനിൽ പ്രോബ്ലം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രോബ്ലം കൂടി നോക്കാം. ഓക്കെ, ഇപ്പോൾ സ്റ്റെപ്പ് നമ്പർ 5. ഇനി സ്റ്റെപ്പ് നമ്പർ 5 വേറൊന്നുമല്ല, ബെൽറ്റ് സ്പീഡ് കാൽക്കുലേഷൻ ആണ്. അപ്പോൾ ബെൽറ്റ് സ്പീഡ് കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. V is equal to pi d1 n1 into 1 minus epsilon by 60. അപ്പോൾ അതിനകത്ത് D1 എന്ന് പറഞ്ഞ വേരിയബിൾ വേറെ ഒന്നുമല്ല, ഡയമീറ്റർ ഓഫ് ദി ഡ്രൈവർ പുള്ളിയുടെ ഡയമീറ്റർ നമ്മൾ സ്മാൾ d ആണ് യൂസ് ചെയ്തത്. ആ വാല്യൂ നമുക്ക് എടുക്കാം. N1 RPM ഓഫ് ദി ഡ്രൈവർ. അപ്പോൾ ഈ വാല്യൂ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ശ്രദ്ധിക്കുമ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ളത് മീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പോൾ D1 എന്ത് ചെയ്യണം, മീറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിൽ വാല്യൂ കിട്ടും. അപ്പോൾ D1 നമ്മൾ പ്രീവിയസ് സ്റ്റെപ്പിലെല്ലാം കണ്ടുപിടിക്കുന്നത് mm-ലാണ്, മില്ലിമീറ്ററിലാണ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ ആ ഒരു ഡയമെൻഷൻ കാര്യങ്ങളെ ശ്രദ്ധിച്ചോണം, യൂണിറ്റ് കാര്യങ്ങളെ ശ്രദ്ധിച്ചോണം. വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കണ്ടുപിടിക്കുക. ഓക്കെ, വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ pi d1 n1 by 60 into 1 minus ക്രീപ്പ് വാല്യൂ അല്ലെങ്കിൽ സ്ലിപ്പ് വാല്യൂ. ഓക്കെ, നമുക്കിനി സ്റ്റെപ്പ് നമ്പർ 6 എന്താന്ന് നോക്കാം. സ്റ്റെപ്പ് നമ്പർ 6 എന്ന് പറയുന്നത് ഡിറ്റർമിൻ ദി സെന്റർ ഡിസ്റ്റൻസ്. അപ്പോൾ സെന്റർ ഡിസ്റ്റൻസ് കാൽക്കുലേഷന് വേണ്ടി ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 290 14.2D, ഇക്വേഷൻ 14.2D, പേജ് നമ്പർ 290. ഇക്വേഷൻ എത്രയേ ഉള്ളൂ, C ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 into D plus D. അവിടെ എന്താണ് ഡി, സ്മാൾ ഡി എന്ന് പറഞ്ഞാലും ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ക്യാപിറ്റൽ ഡി മീൻസ് ഡയമീറ്റർ ഓഫ് ദി ഡ്രിവൺ പുള്ളി, സ്മാൾ ഡി മീൻസ് ഡയമീറ്റർ ഓഫ് ദി ഡ്രൈവർ പുള്ളി. ഇത് രണ്ടുടെ വാല്യൂ ആഡ് ചെയ്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെന്റർ ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റും. അത് പേജ് നമ്പർ 290 ഇക്വേഷൻ 14.2D ആയിട്ട് 2D ആണ്. ഈ ഇക്വേഷൻ നോട്ട് ചെയ്യുക. C is equal to 2 into D plus D, പേജ് നമ്പർ 290 ഇക്വേഷൻ 14.2D. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് കാര്യത്തിലോട്ട് പോവാം. സ്റ്റെപ്പ് നമ്പർ 7, ഡിറ്റർമിൻ ദി കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ പുള്ളി ആൻഡ് ബെൽറ്റ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ബാർത്ത് ഫോർമുല എന്ന് വിളിക്കും. നിങ്ങൾ ഡേറ്റാ ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഈ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. മ്യൂ ഇസ് ഈക്വൽ ടു 0.94 മൈനസ് 0.54 മൈനസ് 0.712 ഡിവൈഡഡ് ബൈ 2.542 പ്ലസ് വി. അപ്പോൾ അടുത്ത വേരിയബിൾ വേറെ ഒന്നുമല്ല, വി എന്ന് പറയുന്നത് നമ്മുടെ വെലോസിറ്റി. നമ്മൾ 5ാമത്തെ സ്റ്റെപ്പിലായിട്ട് വെലോസിറ്റി ഓഫ് ബെൽറ്റ് കണ്ടുപിടിച്ചായിരുന്നു. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പേജ് നമ്പർ 290 തന്നെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 290 ഇക്വേഷൻ 14.3 റെഫർ ചെയ്താൽ മതിയാവും. ഡേറ്റാ ബുക്കിൽ നോക്കുക, നിങ്ങൾക്ക് ആ ഇക്വേഷൻ കാണാം. ബാർത്ത് ഫോർമുല എന്ന് പറഞ്ഞ് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. മ്യൂ ഇസ് ഈക്വൽ ടു 0.54 മൈനസ് 0.712 ഡിവൈഡ് ബൈ 2.542 പ്ലസ് വി. അതിനകത്തുള്ള ഒറ്റ വേരിയബിളേ ഉള്ളൂ വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. വെലോസിറ്റി വാല്യൂ നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കാം. ഇതല്ലാതെ ടേബിളും റെഫർ ചെയ്ത് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. ആ ടേബിൾ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ടേബിൾ 14.2B. ഇതിനകത്ത് വെലോസിറ്റി വാല്യൂ അനുസരിച്ച് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ ഓരോ വെലോസിറ്റി റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. ടേബിൾ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. ടേബിൾ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് വെലോസിറ്റി വാല്യൂ സ്റ്റെപ്പ് നമ്പർ 5 എന്ന് കിട്ടി. ആ വാല്യൂവിനുള്ള കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വാല്യൂ കിട്ടും. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ സെഷൻ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെച്ചതിന് ശേഷം ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമുക്കൊരു 10 മിനിറ്റ് ഇന്ററാക്ട് ചെയ്യാം. ആ സമയത്ത് ചോദിക്കാം.
ഓക്കെ, ഇതല്ലാതെ വേറൊരു വഴിയുണ്ട്. ഇത് ഡിഫറെന്റ് ഇപ്പൊ ക്വസ്റ്റ്യനിൽ ഇപ്പൊ ലെതർ മെറ്റീരിയൽ അല്ല തന്നേക്കുന്നതെങ്കിൽ നമുക്ക് അത് വെച്ചിട്ടും കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ചൂസ് ചെയ്യാൻ ടേബിൾ തന്നിട്ടുണ്ട്. ടേബിൾ 14.2a പേജ് നമ്പർ 305 ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ആ ടേബിളിൽ ബെൽറ്റ് മെറ്റീരിയൽ ഇപ്പൊ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ ടേബിൾ 14.2a ആണിത്. ഇതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ബെൽറ്റ് മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്ക് ടാൻഡ് ലെതർ, മിനറൽ ടാൻഡ് ലെതർ, അങ്ങനെ ക്യാൻവാസ് സ്റ്റിച്ചഡ്, കോട്ടൺ, വൂവൺ, അങ്ങനെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ബെൽറ്റ് മെറ്റീരിയൽ തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് പുള്ളി മെറ്റീരിയൽ, അതായത് പുള്ളി മെറ്റീരിയൽ അനുസരിച്ച് എന്ത് ഫ്രിക്ഷൻ ആണ് വരുന്നത് എന്നുള്ള വാല്യൂ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഡേറ്റാ ബുക്ക് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടേബിൾ 14.2a കറസ്പോണ്ടിങ് ബെൽറ്റ് മെറ്റീരിയലും പുള്ളി മെറ്റീരിയലും വെച്ചിട്ടുള്ള ഫ്രിക്ഷണൽ വാല്യൂസ് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 14.2bയും 14.2a ആണ് റെഫർ ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യം നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ വഴി ബാർത്ത് ഫോർമുല വെച്ചിട്ടും ലെതർ മെറ്റീരിയലിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഡയറക്റ്റ് കിട്ടും. ആ ഒരു ഇക്വേഷൻ വെച്ചും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇപ്പോൾ വെലോസിറ്റി നമ്മൾ സ്റ്റെപ്പ് നമ്പർ 5 കണ്ടുപിടിച്ചപ്പോൾ അതിന്റെ വാല്യൂ 10 മീറ്റർ പെർ സെക്കൻഡിനേക്കാൾ കൂടുതൽ ആണെങ്കിൽ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കൺസിഡർ ചെയ്യേണ്ടി വരും. ഓർമ്മിക്കുക, വെലോസിറ്റി വാല്യൂ 10 മീറ്റർ പെർ സെക്കൻഡ് കൂടുതലാണെങ്കിൽ, ബെൽറ്റ് സ്പീഡ് വാല്യൂ 10 മീറ്റർ പെർ സെക്കൻഡ് കൂടുതലാണെങ്കിൽ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കൺസിഡർ ചെയ്യേണ്ടി വരും. അതൊരു ക്ലൂ ആണ്. അതല്ല ബെൽറ്റ് മെറ്റീരിയലിന്റെ ഡെൻസിറ്റിയെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും വെയിറ്റ് ഡെൻസിറ്റിയെ കുറിച്ചോ എന്തെങ്കിലും ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് എങ്കിൽ കൂടിയും നമുക്ക് അതിന്റെ ഈ സെൻട്രിഫ്യൂഗൽ ടെൻഷന്റെ കാര്യം കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, വിഡ്ത്ത് ഓഫ് ദ ബെൽറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഈ ഡേറ്റ ആവശ്യമാണ്. ഓക്കെ, നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 8, ഡിറ്റർമിൻ ദി ലെങ്ത് ഓഫ് ദ ബെൽറ്റ്. ലെങ്ത് ഓഫ് ദ ബെൽറ്റ് കണ്ടുപിടിക്കാനുള്ള കാൽക്കുലേഷൻ ആണ് അടുത്ത സ്റ്റെപ്പ്. ഇപ്പൊ 2 ടൈപ്പ് ബെൽറ്റ് ഉണ്ട്, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവും ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ പറയും ഓപ്പൺ ആണോ ക്രോസ് ആണോ എന്നുള്ള കാര്യം. അതനുസരിച്ച് വേണം ഇക്വേഷൻ ചൂസ് ചെയ്യാൻ. അഥവാ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഓപ്പൺ ആണോ ക്രോസ് ആണോ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരെണ്ണം ചൂസ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് തന്നെ ചൂസ് ചെയ്യാം. അപ്പൊ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇക്വേഷൻസ് പേജ് നമ്പർ 290 പേജ് നമ്പർ 290 ഇക്വേഷൻസ് ആണ് ഇപ്പൊ കാണിക്കുന്നത്. ഓക്കെ, പേജ് നമ്പർ 290 14.2b ആണ് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിനുള്ള ഇക്വേഷൻ. L is equal to root of 4c square minus d the whole square plus half of d theta l plus d theta s എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അതല്ല എങ്കിൽ വേറൊരു ഇക്വേഷൻ യൂസ് ചെയ്യാം, 2c plus pi by 2 into d plus t plus d minus d whole square by 4c. അപ്പൊ ഈ ഇക്വേഷനാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഈ 2c plus pi by 2 into d plus d plus d minus d the whole square by 4c. അപ്പൊ അവിടെയുള്ള വേരിയബിൾ എന്തൊക്കെയാന്ന് നോക്കാം. സി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മറിച്ച് നോക്കിയാൽ മതി. സ്റ്റെപ്പ് നമ്പർ 6 ആണെന്ന് തോന്നുന്നു. ദെൻ ക്യാപിറ്റൽ ഡി അറിയാലോ, ഡയമീറ്റർ ഓഫ് ദ ഡ്രിവൺ പുള്ളി. സ്മാൾ ഡി ഡയമീറ്റർ ഓഫ് ദ ഡ്രൈവർ പുള്ളി. ഇത്രയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ലെങ്ത് ഓഫ് ദ ബെൽറ്റ് കിട്ടും. ഇപ്പോൾ ഓപ്പൺ ബെൽറ്റ് ആണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ക്രോസ് ദ ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിലോ രണ്ടാമത്തെ ഇക്വേഷൻ 14.2c എടുത്താൽ മതിയാവും. 14.2c നോക്കിയാൽ ആ മോഡിഫൈഡ് ഇക്വേഷൻ നിങ്ങൾക്ക് കാണാം. അതായത് pi by 2 plus d plus d by 2c into d plus d plus root of 4c square minus d plus d the whole square എന്ന ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അതിനകത്ത് വേരിയബിൾ എന്തൊക്കെയാ നോക്കുക. സിയും ക്യാപിറ്റൽ ഡിയും സ്മാൾ ഡി ആണ്. അതിന്റെ വാല്യൂ നമുക്ക് പ്രീവിയസ് സ്റ്റെപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിമ്പിൾ ആയിട്ട് ലെങ്ത് ഓഫ് ദി ക്രോസ്ഡ് ബെൽറ്റ് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ വേറെ ഇക്വേഷൻ നമുക്ക് കാണാം. ബാർത്ത് ഫോർമുല പേജ് നമ്പർ 290 ഉണ്ട്, അതിവിടെ തന്നിട്ടുണ്ട്. സെന്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ തന്നേക്കുന്ന റേഞ്ച് ആയിട്ടാണ് തന്നേക്കുന്നത്. സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.5 to 2 എന്നാണ് തന്നേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഇടയ്ക്കുള്ള വാല്യൂ ഏതുകൊണ്ട് ചൂസ് ചെയ്യാം. ഞാൻ ഇക്വേഷൻ ഡിസ്പ്ലേ ചെയ്തത് 2 into d plus d എന്നാണ്. ആ ഇക്വേഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക.
സ്റ്റെപ്പ് നമ്പർ 9 വേറെ ഒന്നുമല്ല, ആംഗിൾ ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആംഗിൾ ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കാൻ നമുക്ക് പേജ് നമ്പർ 289 ഇക്വേഷൻ 14.1a ഇക്വേഷൻ 14.2a ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇതാണ് പേജ് നമ്പർ 289 ഇക്വേഷൻ. നമ്പർ 289 നോക്കുമ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓൺ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിൽ നമുക്ക് ആംഗിൾ ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻ തന്നിട്ടുണ്ട്. 14.1aയും 14.1bയും. അത് കറസ്പോണ്ടിങ് ടു ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇൻ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആണ്. അപ്പോൾ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആകുമ്പോൾ സ്മാളർ പുള്ളി ആംഗിളും ഉണ്ട്, ലാർജർ പുള്ളി ആംഗിളും ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് തീറ്റ എസ്, സ്മാളർ പുള്ളിയിലെ ആംഗിളിനെ തീറ്റ എസ് എന്ന് വിളിക്കാം, ലാർജർ പുള്ളിയിലെ ആംഗിൾ തീറ്റ എൽ എന്ന് വിളിക്കാം. അതിന്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. രണ്ടും കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്ക് അതിന് വേണ്ടി ഇക്വേഷൻ, അതിന് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്, പൈ മൈനസ് ഡി ബൈ സി. ആ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഏത് വേണോ യൂസ് ചെയ്യാം. അപ്പൊ അതിനകത്തുള്ള വേരിയബിൾ മാത്രം നോക്കിയാൽ മതി, വേരിയബിൾ അറിയാന്നുള്ള വേരിയബിൾ ആണോ എന്ന് നോക്കിയാൽ. ഇവിടെ ഡി, ക്യാപിറ്റൽ ഡി ഡയമീറ്റർ ഓഫ് ദ ഡ്രിവൺ പുള്ളി, ഡയമീറ്റർ ഓഫ് ദ ഡ്രൈവർ പുള്ളി സ്മാൾ ഡി, സി സെന്റർ ഡിസ്റ്റൻസ്, എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈസി ആയിട്ട് സ്മാളർ ആംഗിൾ ഓഫ് കോണ്ടാക്ട്, പുള്ളിയിലെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കാം. ലാർജർ പുള്ളിയിലെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കാൻ അതുപോലെ ഇക്വേഷൻ ഉണ്ട്, അറിയാന്നുള്ള വേരിയബിൾസ് തന്നെയാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി അഥവാ ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇക്വേഷൻ വ്യത്യാസമുണ്ട്. 14.2a, അത് ശ്രദ്ധിക്കുക. 14.2a ഇക്വേഷൻ ആണ് യൂസ് ചെയ്യാറുള്ളത്. ഇക്വേഷൻ പൈ പ്ലസ് ഡി ബൈ സി, ഇതാണ് ഇക്വേഷൻ. പൈ പ്ലസ് ഡി ബൈ സി, ഇതാണ് ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവിലെ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 10. ഇത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഇത്തിരി ലെങ്തി കാൽക്കുലേഷൻ ഒക്കെ വരും, ലെങ്തി ഇക്വേഷൻ ആണ് വരുന്നത്. കുറച്ച് സമയം എടുക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ദി വിഡ്ത്ത് ഓഫ് ദ ബെൽറ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പവർ ഇക്വേഷൻ യൂസ് ചെയ്യാം. പവർ ഇക്വേഷൻ പേജ് നമ്പർ 291 കൊടുത്തിട്ടുണ്ട്. ഡേറ്റാ ബുക്ക് മറിച്ച് നോക്കുക. പേജ് നമ്പർ 291 ഇക്വേഷൻ 14.5a, ഇക്വേഷൻ 14.5a ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്തുള്ള ഓരോ വേരിയബിൾ എന്താണെന്നുള്ള കാര്യം ഡേറ്റാ ബുക്കിനകത്ത് തന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. ഇവിടെ ഇപ്പൊ ഇക്വേഷൻ പി ഡി, പവർ ഡിസൈൻ പവർ ഇക്വേഷൻ ആണ്, ബേസ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. അതിനകത്ത് ഓരോ വേരിയബിൾ എങ്ങനെയാന്ന് നോക്കാം. പി ഡി വാല്യൂ നമുക്ക് സ്റ്റെപ്പ് നമ്പർ 1 നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ വാല്യൂ അറിയാം. ഇനി കണ്ടുപിടിക്കാനുള്ളത് ബി ആണ്, വിഡ്ത്ത് ഓഫ് ദ ബെൽറ്റ് ആണ്. അതറിയത്തില്ല. തിക്നെസ് ഓഫ് ദ ബെൽറ്റ് നമ്മൾ അറിയത്തില്ല, അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ല. അതിന്റെ കാര്യം ഇപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ദെൻ വി, വെലോസിറ്റി ഓഫ് ദി ബെൽറ്റ്, നമ്മൾ സ്റ്റെപ്പ് നമ്പർ 6 കണ്ടുപിടിച്ചു. ദെൻ സിഗ്മ ഡി വാല്യൂ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 1 നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 MPa എന്നൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ താഴെ അതിന്റെ ഡേറ്റാ ബുക്ക് നോക്കിയാൽ നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട്. 2.06 MN/m² സിഗ്മ ഡി തന്നിട്ടുണ്ട്, ലെതർ മെറ്റീരിയലിന്റെ. ആ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഡബ്ല്യു എന്ന് പറയുന്നത് വെയിറ്റ് ഡെൻസിറ്റി ആണ്. വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ദ ലെതർ ബെൽറ്റ് ആണ്. വെയിറ്റ് ഡെൻസിറ്റി വാല്യൂ നമുക്ക്, ലെതർ ബെൽറ്റിന്റെ വെയിറ്റ് ഡെൻസിറ്റി വാല്യൂ നമുക്ക് പഠിച്ചു വെച്ചേക്കാം. നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ദെൻ റിമൈനിങ് വി അറിയാം, ബെൽറ്റ് സ്പീഡ്. ദെൻ ജി വാല്യൂ 9.81. ദെൻ മ്യൂ തീറ്റ. അപ്പൊ മ്യൂ തീറ്റയില് മ്യൂ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. തീറ്റ വാല്യൂ ആണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് സ്മാളർ പുള്ളിയിലും ഉണ്ട്, ലാർജർ പുള്ളിയിലും ഉണ്ട്. നമുക്ക് അതുകൊണ്ട് അത് ഏതാണ് ചൂസ് ചെയ്യാനുള്ളതെന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. അപ്പൊ തീറ്റ വാല്യൂ അറിയാം. ദെൻ എഫിഷ്യൻസി ഓഫ് ജോയിന്റ് എഫിഷ്യൻസി തീറ്റ ജെ. അപ്പൊ ഈ വാല്യൂ ജോയിന്റ് എഫിഷ്യൻസി നോട്ട് ചെയ്ത് വെച്ചേക്കുക. ജോയിന്റ് എഫിഷ്യൻസി നമ്മളെ ഡേറ്റാ ബുക്കിനകത്തുള്ള ഇക്വേഷനിൽ കൊടുത്തിട്ടില്ല. ജോയിന്റ് എഫിഷ്യൻസിയുടെ മൾട്ടിപ്ലൈ ചെയ്താണ് വരാനുള്ളത്. അതാണ് ഈ ജോയിന്റ് എഫിഷ്യൻസിയുടെ ഇമ്പോർട്ടൻസ്. ഇക്വേഷൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഡേറ്റാ ബുക്കിൽ ഇല്ലെങ്കിൽ സൈഡിൽ എഴുതിയിട്ടേക്കുക. അതായത് വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഈ ഒരു ഇക്വേഷൻ, പവറിന്റെ ഇക്വേഷനിൽ ജോയിന്റ് എഫിഷ്യൻസിയുടെ കൺസിഡർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ കാര്യം നോട്ട് ചെയ്ത് വെച്ചത്. ജോയിന്റ് എഫിഷ്യൻസിയുടെ കൺസിഡർ ചെയ്യുക, അതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്.
അപ്പൊ അതിനകത്ത് ഇനി ബാക്കി കാര്യങ്ങളിലോട്ട് കടക്കണം. അപ്പൊ അതിനകത്തുള്ള അറിഞ്ഞൂടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ വിട്ടാണ് കണ്ടുപിടിക്കാനുള്ളത്. പിന്നെ തിക്നെസ് ആണ്. തിക്നെസ് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം. ഓക്കെ, എഫിഷ്യൻസി ഓഫ് ജോയിന്റ് നേരത്തെ പറഞ്ഞായിരുന്നു. ടേബിൾ 14.5 പേജ് നമ്പർ 307. ദെൻ തിക്നെസ് കണ്ടുപിടിക്കാൻ നമുക്കൊരു തമ്പ് റൂൾ അപ്ലൈ ചെയ്യാം. ഡി മിനിമം ബൈ ടി എന്ന് പറയുന്നത് ലെസ് ദാൻ 50. അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് എടുക്കാം. ശ്രദ്ധിക്കുക, ഡി മിനിമം ബൈ 50 ലെസ് ദാൻ 50 ഇങ്ങനെ ഒരു കണ്ടീഷൻ എടുക്കാം. അപ്പൊ എന്താണ് ഡി മിനിമം? ഡി മിനിമം എന്ന് പറയുന്നത് ഇപ്പം മിനിമം ഡയമീറ്റർ ചിലപ്പോൾ ഡ്രൈവർ പുള്ളി ആയിരിക്കാം, ഡ്രിവൺ പുള്ളി ആയിരിക്കും. അപ്പൊ അതിന് മിനിമം വാല്യൂ എടുക്കുക. സപ്പോസ് ഡ്രൈവർ പുള്ളിയാണ് മിനിമം വാല്യൂ ഉള്ളതെങ്കിൽ സ്മാൾ ഡി ആയിരിക്കും വാല്യൂ ഇവിടെ വരുന്നത്. ദെൻ സ്മാൾ ഡി ബൈ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 50 നമുക്ക് കൺസിഡർ ചെയ്യാം. സ്മാൾ ഡി ബൈ ടി ഈക്വൽ ടു 50 ആണെങ്കിൽ അവിടെ ടി അൺനോൺ അല്ലേ, ഈ വാല്യൂ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ടി ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡി ബൈ 50. ശ്രദ്ധിക്കുക, ടി ഈസ് ഈക്വൽ ടു സ്മാൾ ഡി ഡിവൈഡഡ് ബൈ 50 എന്ന് വരും. അപ്പൊ ടി വാല്യൂ നമുക്ക് കിട്ടി. ആ ടി വാല്യൂ നമുക്ക് ഇക്വേഷനിൽ പുറകെ പോയി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പിന്നെ അവിടെ ഒറ്റ വേരിയബിളേ ഉള്ളൂ, അത് നമ്മുടെ വിഡ്ത്ത് ആണ്. അത് സോൾവ് ചെയ്തെടുക്കുക, വിഡ്ത്ത് വാല്യൂ കിട്ടും. ഓക്കെ, ഡി മിനിമം എന്ന് പറയുന്നത് സ്മാളർ ഡയമീറ്ററിനെയാണ് റെഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വിഡ്ത്ത് കണ്ടുപിടിച്ചു. സ്റ്റെപ്പ് നമ്പർ 10 വിഡ്ത്ത് കണ്ടുപിടിച്ചു. ഇനി ഈ വിഡ്ത്തിനെ നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാം. സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ ടേബിൾ തന്നിട്ടുണ്ട്. ടേബിൾ 14.1 പേജ് നമ്പർ 305. അപ്പൊ നിങ്ങൾ ഡേറ്റാ ബുക്കിൽ പേജ് നമ്പർ 305 നോക്കുക, ടേബിൾ 14.1. അപ്പൊ 14.1 യൂസ് ചെയ്ത് എങ്ങനെയാണ് തിക്നെസ് സ്റ്റാൻഡർഡൈസ് ചെയ്യാന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനൊരു ഗ്രേഡിംഗ് ഓഫ് ബെൽറ്റ് തന്നിട്ടുണ്ട്. സപ്പോസ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് മീഡിയം ടൈപ്പ് ബെൽറ്റ് ആണ്, അല്ലെങ്കിൽ ഹൈറ്റ് ബെൽറ്റ് മീഡിയം ടൈപ്പ് എടുത്തു. ദെൻ അല്ലെങ്കിൽ ഇവിടെ വന്ന് വാല്യൂ നോക്കാം. ഇൻക്രിമെന്റ് ഓഫ് വിഡ്ത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സപ്പോസ് എനിക്ക് കിട്ടിയ ഞാൻ പ്രീവിയസ് സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ഓക്കെ 150 ആണെങ്കിൽ ഇവിടെ ഇൻക്രിമെന്റ് തന്നിട്ടുണ്ട്. സോറി 150 ഉണ്ട്. നമുക്കൊരു 131 എടുക്കാം. 130 സോറി 150 തന്നെ എടുക്കാം. 150 എടുത്താൽ അവിടുത്തെ റേഞ്ച് വരുന്നത് 102 to 198. 102 to 198 ഇടയ്ക്കാണ്. അവിടെയുള്ള ഇൻക്രിമെന്റ് 12 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? 102 കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 120 ആയിരിക്കും. 102 പ്ലസ് 12 അത് എത്ര വരും? സോറി 120 അല്ല, 114 വരും. 114 വരും. അപ്പോൾ 114 കഴിഞ്ഞിട്ട് അടുത്ത ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് 12 വെച്ചിട്ട് 114 പ്ലസ് 12 126 വരും. അത് കഴിഞ്ഞിട്ട് 126 പ്ലസ് 12 അങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ 150 റേഞ്ചിൽ എത്ര വരിക നോക്കാം. 114 126 വന്നു. ഓക്കെ, 138 വന്നു, 150. ഇപ്പോൾ 150 തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് കിട്ടി. 150 നമുക്ക് ചൂസ് ചെയ്യാം. ഇങ്ങനെ ആ ഇൻക്രിമെന്റ് തന്നേക്കുന്ന വാല്യൂ ആ റേഞ്ചിൽ ആഡ് ചെയ്ത് വന്നിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് വാല്യൂ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ പ്രീവിയസ് സ്റ്റെപ്പിൽ നമ്മൾ വിഡ്ത്ത് ഓഫ് ദ ബെൽറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, കാൽക്കുലേറ്റ് ദി വാല്യൂസ് ഓഫ് T1, T2 ആൻഡ് T0. T1 എന്ന് പറയുന്നത് ടെൻഷൻ ടൈറ്റ് സൈഡ്, T2 ടെൻഷൻ ഇൻ സ്ലാക്ക് സൈഡ്, T0 ഇനിഷ്യൽ ടെൻഷൻ. ഈ വാല്യൂസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതൊക്കെയാണ്. നോട്ട് ചെയ്ത് വെക്കുക. പേജ് നമ്പർ 291 14.5a ഇക്വേഷൻ 14.5a പേജ് നമ്പർ 291. ഇവിടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. പി ഡി ഈസ് ഈക്വൽ ടു പവർ ഈസ് ഈക്വൽ ടു T1 മൈനസ് T2 ഇൻറ്റു V ബൈ 1000. ഓക്കെ, അതാണ് കിലോ വാട്ട് വാല്യൂ ഉള്ള ഇക്വേഷൻ. അപ്പൊ അതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവിടെ അൺനോൺ എന്ന് പറയുന്നത് T1 ആൻഡ് T2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പവറിന്റെ പി ഡി നമുക്ക് അറിയാം, പി ഡി വാല്യൂ നമുക്ക് അറിയാം, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് T1 അറിയത്തില്ല,
T2 അറിയത്തില്ല. അത് രണ്ടും അവിടെ അൺനോൺ ആയിട്ട് തന്നെ കിടക്കും. വി എന്ന് പറയുന്നത് ബെൽറ്റ് സ്പീഡാണ്. അത് നമുക്ക് സ്റ്റെപ്പ് നമ്പർ 6 കിട്ടി. നമുക്ക് ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ അതിൽ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. ഈ ഒരു T1 ഉം T2 ഇക്വേഷൻ 1 ആയിട്ട് ഇത് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത കൺസിഡർ ചെയ്യാനുള്ള ഇക്വേഷൻ വേറൊന്നുമല്ല, T1 മൈനസ് TC ബൈ T2 മൈനസ് TC is equal to e raised to mu theta. അങ്ങനെ ഒരു ഇക്വേഷൻ പേജ് നമ്പർ 290 14.3c. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ഇക്വേഷൻ T1 മൈനസ് TC ബൈ T2 മൈനസ് TC is equal to e raised to mu theta. ഇക്വേഷൻ 14.3c പേജ് നമ്പർ 290. അപ്പൊ ഈ രണ്ട് ഇക്വേഷനായി. ശ്രദ്ധിക്കേണ്ട കാര്യം TC എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ ആണ്. സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. പേജ് ശ്രദ്ധിക്കുക, പേജ് 291 ഇക്വേഷൻ 14.3e ഇക്വേഷൻ 14.3e നോട്ട് ചെയ്യുക. ഡേറ്റാ ബുക്ക് ഉള്ളവർ പേജ് നമ്പർ 291 ഇക്വേഷൻ 14.3e സെൻട്രിഫ്യൂഗൽ ടെൻഷൻ TC is equal to WBT(V²) by 10⁻⁶ into G എന്ന് പറഞ്ഞ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ അത് ഇതിൽ ഡിസ്പ്ലേ കാണിച്ചിട്ടില്ല. ആ ഇക്വേഷൻ നോട്ട് ചെയ്യുക. അതിപ്പോൾ കാണിച്ചു തരാം. ആ ഇക്വേഷൻ പ്രകാരം നമുക്ക് TC വാല്യൂ കിട്ടും. അപ്പൊ TC വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ T1ലെയും T2ലെയും രണ്ടാമത്തെ ഇക്വേഷനുമായി. രണ്ട് ഇക്വേഷൻ, രണ്ട് അൺനോൺ പ്രോബ്ലം, T1 T2. ആ രണ്ട് ഇക്വേഷൻ, അതായത് 14.5aയും 14.3cയും യൂസ് ചെയ്ത് T1 ആൻഡ് T2 കണ്ടുപിടിക്കാം. T1 T2 വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇനിഷ്യൽ ടെൻഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. റൂട്ട് ഓഫ് T1 പ്ലസ് റൂട്ട് T2 ഈസ് ഈക്വൽ ടു 2 റൂട്ട് T0. പേജ് നമ്പർ 291 ഇക്വേഷൻ 14.8. ഡേറ്റാ ബുക്കിലെ ഇക്വേഷൻ 14.8 പേജ് നമ്പർ 291. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് T0 വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ ഇതാണ് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. TC is equal to WBT(V²) by 10⁻⁶ into G. അതിനകത്ത് W എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ താഴെ തന്നിട്ടുണ്ട്. W മീൻസ് വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ദി മെറ്റീരിയൽ, ബെൽറ്റ് മെറ്റീരിയൽ. അപ്പൊ ശ്രദ്ധിക്കുക, ബെൽറ്റ് മെറ്റീരിയൽ ഇപ്പം ലെതർ ആണെങ്കിൽ ലെതറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 kg/m³ ആണ്. അപ്പൊ വെയിറ്റ് ഡെൻസിറ്റി ആക്കാൻ എന്ത് ചെയ്യണം? 9.81 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് വെയിറ്റ് ഡെൻസിറ്റി 9810 Newton/m³ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, നിങ്ങൾ ഡേറ്റ ഇപ്പൊ ക്വസ്റ്റ്യനിൽ വെയിറ്റ് ഡെൻസിറ്റി ഒന്നും പറയുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? W ലെതർ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്ന വാല്യൂ 9810 ആയിട്ട് എടുക്കാം. 9810 Newton/m³. ഇതാണ് Wന്റെ വാല്യൂ. പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഡിസൈൻ പ്രൊസീജിയർ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ലൈവായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എന്തായാലും ഡൗട്ട് വരും. ഈ വീഡിയോ ലാസ്റ്റ് നമുക്ക് ചോദിക്കാം, ഡിസ്കസ് ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഡിസൈൻ എ ഫ്ലാറ്റ് ബെൽറ്റ് ടു ഡ്രൈവ് എ വിഞ്ച് ഫ്രം ആൻ ഇലക്ട്രിക് മോട്ടോർ ഓഫ് 12 kW having a speed ratio of 3. Okay, speed of the motor shaft is 900 rpm. Assume a service factor of 1.5. Okay, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരു വിഞ്ച് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രിക് മോട്ടർ ഉണ്ട്. അതിന്റെ പവർ തന്നിട്ടുണ്ട്, 12 kW ആണ് പവർ. സ്പീഡ് റേഷ്യോ തന്നിട്ടുണ്ട്, 3 ആണ് സ്പീഡ് റേഷ്യോ. അപ്പോൾ ഫ്ലാറ്റ് ബെൽറ്റ് അവിടെ ഇട്ട് കൊടുക്കണം. അതിന്റെ മോട്ടോർ സ്പീഡ് തന്നിട്ടുണ്ട് 900 rpm. അസ്യൂം എ സർവീസ് ഫാക്ടർ ഓഫ് 1.5. ഇത്ര ഡേറ്റകൾ ക്വസ്റ്റ്യൻ ഉള്ളൂ.
പക്ഷേ നമ്മുടെ KT ക്വസ്റ്റ്യൻ ചിലപ്പം ഇതിലും കൂടുതൽ ഡേറ്റ ഉണ്ടാവാം. അതെന്ന് പറയുന്നത് ഓരോ സമയത്ത് നമ്മളിപ്പോൾ അസ്യൂം ചെയ്ത് പോകുന്നതിന് പകരം അവരെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിന്റെ ആൻസറിലോട്ട് സൊല്യൂഷനിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഗിവൺ ഡേറ്റ എഴുതി. ഗിവൺ ഡേറ്റ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പവർ 12 kW, വെലോസിറ്റി റേഷ്യോ I 3, ദെൻ മോട്ടോർ സ്പീഡ്, ഡ്രൈവറിന്റെ മോട്ടോർ സ്പീഡ് ആണ് N is equal to 900 RPM. സർവീസ് കണ്ടീഷൻ, സർവീസ് ഫാക്ടറി ഡയറക്റ്റ് തന്നിട്ടുണ്ട് 1.5. അപ്പോൾ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 1.5 എന്ന് എടുക്കാം. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം, പ്രിലിമിനറി ഡിസിഷൻ. ഇപ്പോൾ പ്രിലിമിനറി ഡിസിഷൻ ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല. ഓർമ്മിക്കുക, അതിന്റെ മെറ്റീരിയലിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയണം. പിന്നെ ഡിസൈൻ പവർ. അപ്പോൾ ബെൽറ്റ് മെറ്റീരിയലിനെ കുറിച്ച് പറയാത്തതുകൊണ്ട് നമുക്ക് ഓക്ക്, ടാൻഡ്, ലെതർ എന്നങ്ങ് എഴുതാം. അതൊക്കെ ഡേറ്റ നിങ്ങളുടെ ഡേറ്റ ബുക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഓക്ക്, ടാൻഡ്, ലെതറിനെ കുറിച്ചൊക്കെ. അത് ഡിസൈൻ സ്ട്രെസ് വാല്യൂ 2 MPa ആണ്. അത് നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, സിഗ്മ ഡി വാല്യൂ 2 MPa ചൂസ് ചെയ്തു. മെറ്റീരിയൽ ആയിട്ട് ഓക്ക്, ടാൻഡ്, ലെതറും ചൂസ് ചെയ്തു. ഇനി രണ്ടാമത്തത്, അസ്യൂം ദാറ്റ് പുള്ളി ഈസ് കാസ്റ്റ് അയൺ. അപ്പോൾ അതിനെ കുറിച്ചൊന്നും പറയാത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? പുള്ളി കാസ്റ്റ് അയൺ ആണെന്ന് അസ്യൂം ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ ഡാമ്പിംഗ് പ്രോപ്പർട്ടി കാരണം വൈബ്രേഷനൊക്കെ അത് അബ്സോർബ് ചെയ്യും. ഇനി അടുത്തത്, ജോയിന്റിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ജോയിന്റ് എഫിഷ്യൻസി 100% ആയിട്ട് അസ്യൂം ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ ടേബിൾ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ടേബിൾ എന്ന് പറയുന്നത് 14.5 പേജ് നമ്പർ 307. അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ എൻഡ്ലെസ് ഫാക്ടറി എന്താണ് സിമെന്റഡ് ജോയിന്റ് എന്നൊക്കെ എഴുതിയിട്ട് ജോയിന്റ് എഫിഷ്യൻസി 100% ആയിട്ട് എടുക്കുന്നു. ദെൻ അടുത്തത് സർവീസ് ഫാക്ടർ തന്നിട്ടുണ്ട്. സർവീസ് ഫാക്ടർ വാല്യൂ എത്രയാണ്? 1.5. ആ വാല്യൂ തന്നിട്ടുണ്ട്. ഇനി അടുത്ത ഡിസൈൻ പവർ. നമ്മുടെ കാൽക്കുലേഷനിൽ ത്രൂ ഔട്ട് യൂസ് ചെയ്യുന്ന ഡിസൈൻ പവർ. ഡിസൈൻ പവർ വാല്യൂ P ഇൻറ്റു സർവീസ്. ഡിസൈൻ പവർ ടു ബി ട്രാൻസ്മിറ്റഡ് 12 ആയിരുന്നു. അതിൽ സർവീസ് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് ഡിസൈൻ പവർ കിട്ടും. അതിന്റെ വാല്യൂ കിട്ടുന്നത് 18 kW. ഓക്കെ, ഇതാണ് പ്രിലിമിനറി ഡിസിഷനിൽ നമ്മൾ എത്തുന്ന കാര്യങ്ങൾ ഡിസിഷൻ ആയിട്ട് എടുക്കുന്നത്. നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഇതാണ് നേരത്തെ പറഞ്ഞ എഫിഷ്യൻസി നോക്കുന്ന ടേബിൾ 14.5. അതിനകത്ത് ഫസ്റ്റ് കണ്ടീഷനാണ് നമ്മൾ എടുത്തത്. സിമെന്റഡ് എൻഡ്ലെസ് സിമെന്റഡ് അറ്റ് ഫാക്ടറി എന്നൊക്കെ എടുത്തു. എഫിഷ്യൻസി ആയിട്ട് ടോപ്പ് വാല്യൂ ആയിട്ടുള്ള 100 തന്നെ എടുത്തു. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ പുള്ളി ഡയമീറ്ററിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്. D is equal to 630 into cube root of PD by omega max. അപ്പോൾ ഡേറ്റ ബുക്ക് എടുത്ത് നോക്കുക. ഡേറ്റ ബുക്കിനകത്ത് എടുക്കുമ്പോൾ കാണുന്നത് PD അതൊരു 525 to 630 എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അതിന്റെ വാല്യൂ അർത്ഥം എന്ന് പറഞ്ഞാൽ 520 to 630 ഇടയ്ക്കുള്ള ഏത് വാല്യൂ ആണ് എടുക്കാം. നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത് 630 ആണ്. 630 ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് PD by omega max. ഇനി PD വാല്യൂ ഡിസൈൻ പവർ, അത് തൊട്ട് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് 1 എഴുതി വെച്ചിട്ടുണ്ട് ഡിസൈൻ പവർ വാല്യൂ. ഇനി ഒമേഗ മാക്സ് വേണം. ഒമേഗ മാക്സിന്റെ ഇക്വേഷൻ ഇതാണ് 2π Nmax by 60. അതായത് RPM വാല്യൂ ഇട്ടിട്ട് 2π Nmax by 60. അവിടെ Nmax നമ്മുടെ RPM തന്നിട്ടുണ്ട്, മോട്ടോർ RPM തന്നിട്ടുണ്ട് 900 by 60 ഇട്ട് കൊടുക്കുക. കിട്ടുന്ന വാല്യൂ ഇതാണ് 9425 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ കിട്ടുന്ന വാല്യൂ 9425 റേഡിയൻ പെർ സെക്കൻഡ്. അപ്പോൾ ഒമേഗ മാക്സും കിട്ടി, ഡിസൈൻ പവറും അറിയാം. അത് രണ്ടുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡയമീറ്റർ കിട്ടും. ഡയമീറ്റർ കിട്ടുന്നത് വാല്യൂ 362.81 mm എന്ന് കിട്ടും. അതിന് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ ടേബിൾ തന്നിട്ടുണ്ട്. ടേബിൾ പേജ് നമ്പർ 313 നോക്കുക. ടേബിൾ 14.13B ആണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന ടേബിൾ. അതെങ്ങനെയാണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് നോക്കാം. ഇതാണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന ടേബിൾ. ഇവിടെ നോക്കി മനസ്സിലാവും 362 ആയിരുന്നു വാല്യൂ. 362 കഴിഞ്ഞിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 355 ശേഷമുള്ള വാല്യൂ എന്ന് പറയുന്നത് 400 ആണ്.
അപ്പോൾ സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് നമുക്ക് ടേബിളിൽ നോക്കിയിട്ട് 400 ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദി ഡ്രിവൺ പുള്ളി. ഡ്രിവൺ പുള്ളി ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഡി ഈസ് ഈക്വൽ ടു 1 മൈനസ് സ്ലിപ്പ് ഇൻറ്റു ഡി ഇൻറ്റു ഐ. ഇപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ലിപ്പ് എന്ന് പറയുന്ന വാല്യൂ ഇവിടെ അസ്യൂം ചെയ്യാം. നമുക്ക് ആ ഡേറ്റ തന്നിട്ടില്ല. അസ്യൂം ചെയ്യുന്നത് സ്ലിപ്പ് ഈസ് ഈക്വൽ ടു 2%. 2% അസ്യൂം ചെയ്യുന്നു. വാല്യൂ 0.02. അപ്പോൾ അതിനകത്ത് ഡേറ്റ തന്നിട്ടുണ്ട്. വേറെ സ്ലിപ്പ് ഈസ് ഈക്വൽ ടു 0.01 ടു 0.03 ഇടയ്ക്ക് വാല്യൂ ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് ക്രീപ്പ് എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വാല്യൂ ചൂസ് ചെയ്തു. വെലോസിറ്റി റേഷ്യോ ഐ വാല്യൂ അറിയാമല്ലോ, ഡേറ്റ ആയിട്ട് തന്നിട്ടുണ്ട് 3. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സ്റ്റാൻഡേർഡ് ഡയമീറ്റർ 400 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ കിട്ടിയ ഡി വാല്യൂ എന്ന് പറയുന്നത് 1176 mm ആണ്. സ്റ്റാൻഡേർഡൈസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 1176 അല്ലേ, 1176 കഴിഞ്ഞിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 1250 ആണ്. 1176 കഴിഞ്ഞിട്ടുള്ള വാല്യൂ 1250. അതിന് മുമ്പുള്ള വാല്യൂ 1120 എടുക്കാൻ പറ്റത്തില്ല. അതിന് ശേഷമുള്ള 1250 ചൂസ് ചെയ്തു. ഇങ്ങനെയാണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റാൻഡേർഡ് സൈസുകൾ നോട്ട് ചെയ്തു. സ്റ്റാൻഡേർഡൈസ് ഡയമീറ്റർ ഓഫ് ദ പുള്ളി, ഡ്രൈവർ പുള്ളി ഡയമീറ്റർ 400 mm, ഡ്രിവൺ പുള്ളി ഡയമീറ്റർ ക്യാപിറ്റൽ ഡി 1250 mm എന്ന് കിട്ടി. ഇനി നമുക്ക് ബെൽറ്റ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ബെൽറ്റ് സ്പീഡ് കാൽക്കുലേറ്റ് ഇതാണ് ബി ഈസ് ഈക്വൽ ടു 5dn ഇൻറ്റു 1 മൈനസ് എപ്സിലോൺ ബൈ 60. അപ്പോൾ നമ്മൾ ഓരോ വാല്യൂ, നമുക്ക് എല്ലാ വാല്യൂസും ഇതിനകത്ത് അറിയാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഡി വാല്യൂ മീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 400 mm ആയിരുന്നു, മീറ്ററിലാക്കി 0.4 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ എൻ വാല്യൂ 900, സ്ലിപ്പ് വാല്യൂ 0.02, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാല്യൂ 18.48 മീറ്റർ പെർ സെക്കൻഡ്. ഒരു കാര്യം, നേരത്തെ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡിനേക്കാളും കൂടുതലാണ്. അതിൻ്റെ അർത്ഥം സെൻട്രിഫ്യൂഗൽ ടെൻഷൻ TC കാൽക്കുലേറ്റ് ചെയ്യണം. അത് മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നമ്പർ 6, സെന്റർ ഡിസ്റ്റൻസ്. അപ്പോൾ സെന്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനും ഇക്വേഷൻ ഉണ്ട്. 14.2D, പേജ് നമ്പർ 290. അപ്പോൾ C ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു D പ്ലസ് T. അതിനകത്ത് വാല്യൂസ് എല്ലാം അറിയാമല്ലോ, പ്യൂറായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. C വാല്യൂ കിട്ടും 2 ഇൻറ്റു 1250 പ്ലസ് 400, ദാറ്റ് ഈസ് ഈക്വൽ ടു 3300 mm എന്ന് കിട്ടും. ദാറ്റ് ഈസ് 3.3 മീറ്റർ. അടുത്തത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഇപ്പോൾ ബാർത്ത് ഫോർമുല യൂസ് ചെയ്യാം. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാർത്ത് ഫോർമുല വെലോസിറ്റി വാല്യൂ. ഇപ്പോൾ വെലോസിറ്റി വാല്യൂ നമുക്കറിയാം 18.48 നേരത്തെ കിട്ടി. അതങ്ങ് ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാല്യൂ കിട്ടും 0.506. ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വാല്യൂ, 0.506 ആയിട്ട് കിട്ടും. ഇത് പേജ് നമ്പർ 290ൽ ഇക്വേഷൻ 14.3യുടെ കണ്ടിന്യൂഷൻ ആയിട്ടുണ്ട്. മ്യൂ ഇസ് ഈക്വൽ ടു 0.54 മൈനസ് 0.712 ഡിവൈഡ് ബൈ 2.542 പ്ലസ് വി എന്ന ഇക്വേഷൻ ഉണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ബെൽറ്റ്. ഓക്കെ, ലെങ്ത് ഓഫ് ദ ബെൽറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പേജ് നമ്പർ 290. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഓപ്പൺ ബെൽറ്റ്
ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആയിട്ട് ഞാൻ എടുക്കുന്നു. ബെൽറ്റ് ഡ്രൈവിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല, ഓപ്പൺ ആണോ ക്രോസ്ഡ് ആണോ എന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് തന്നെ എടുക്കാം. ലെങ്ത് ഇക്വേഷൻ L is equal to pi into d plus d by 2 plus d minus d the whole square by 4c plus 2c. അപ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാ വേരിയബിളും അറിയാം. ഡി അറിയാം, ക്യാപിറ്റൽ ഡി, സ്മാൾ ഡി, സി എല്ലാം അറിയാം. ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ദി ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് കിട്ടും. ഇവിടെ കിട്ടുന്ന വാല്യൂ 9246.5 mm എന്ന് കിട്ടും. അത് നമുക്ക് നിയർലി 9.25 മീറ്റർ എന്ന് എഴുതാം. നോട്ട് ചെയ്യുക, ഇക്വേഷൻ 14.2b, പേജ് നമ്പർ 290. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് രണ്ട് വാല്യൂം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുക. സ്മാളർ പുള്ളിയുടെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റും ലാർജർ പുള്ളിയുടെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റും കറസ്പോണ്ടിങ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തത് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആണ്. അപ്പോൾ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ് 14.191 എയും പേജ് നമ്പർ 289, 14.1 പേജ് നമ്പർ 289. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് റെഫർ ചെയ്യാം. അവിടെ ശ്രദ്ധിക്കുക, ഇക്വേഷൻ ഇതാണ്. തീറ്റ എൽ സ്മാളർ ആംഗിൾ സ്മാളർ ആംഗിൾ തീറ്റ എസിന്റെ ഇക്വേഷൻ. അവിടുത്തെ വേരിയബിൾ ക്യാപിറ്റൽ ഡി, സ്മാൾ ഡി, സി ഇതെല്ലാം അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2.88 റേഡിയൻ എന്ന് വാല്യൂ കിട്ടുന്നു. അതുപോലെ തീറ്റ വാല്യൂ ഇക്വേഷൻ ഉണ്ട്, വേരിയബിൾ നമുക്ക് അറിയാന്നുള്ള വേരിയബിൾസ് ആണ്. ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 3.40 റേഡിയൻ എന്ന് വാല്യൂ കിട്ടുന്നു. അപ്പോൾ ഈ രണ്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. ഇനി അടുത്ത മേജർ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് വിഡ്ത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കാം. പി ഡി പവറിന്റെ ഇക്വേഷൻ എടുക്കുന്നു. പവറിന്റെ ഇക്വേഷൻ ഇത് തന്നിട്ടുണ്ട്. പി ഡി is equal to P is equal to BTV by 1000 sigma d minus W V square by 10 raised to 6 G into e raised to mu theta minus 1 by e raised to mu theta into efficiency. ഇക്വേഷൻ 14.5a പേജ് 291. അപ്പോൾ വലിയ ഇക്വേഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾ ഡേറ്റ പറഞ്ഞ പോലെ എഫിഷ്യൻസി ജോയിന്റ് കാണത്തില്ല, അത് ചേർത്തേക്കുക. ഇവിടെ 100% എഫിഷ്യൻസി ആയതുകൊണ്ട് തന്നെ ഇൻറ്റു 1 ആയിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ ഓരോ വേരിയബിൾ ആയിട്ട് നോക്കാം. നേരത്തെ പറഞ്ഞല്ലോ, ഇതിന്റെ ഡെൻസിറ്റി വാല്യൂ 1000 kg/m³ ആണ്. അതാണ് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്, അസ്യൂം ചെയ്യാം. അപ്പം നമുക്ക് വെയിറ്റ് ഡെൻസിറ്റി എടുക്കാൻ പറ്റുന്ന വാല്യൂ 9810 Nm/m³. ഈ ഡേറ്റ നമ്മുടെ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു, നമ്മൾ അസ്യൂം ചെയ്തെടുത്തതാണ്. ഡേറ്റ ബുക്കിലും നോക്കുന്നതിന് വരെ പഠിച്ചു വെച്ചേക്കുക. W is equal to 9810 Nm/m³. അതായത് ലെതറിന്റെയും വാട്ടറിന്റെയും ഡെൻസിറ്റി സെയിം ആണെന്ന് പഠിച്ചു വെച്ചേക്കുക, ഓൾമോസ്റ്റ് സെയിം ആണെന്ന് പഠിച്ചു വെച്ചേക്കുക. ദെൻ വെയിറ്റ് ഡെൻസിറ്റി ലെതർ 1000 × 9.81 വരും. അപ്പോൾ 9810 Nm/m³. ഇവിടെ നമുക്ക് മോട്ടോർ പുള്ളിയും വിഞ്ച് പുള്ളിയും ഉണ്ട്, ഡ്രൈവർ പുള്ളിയും ഡ്രിവൺ പുള്ളിയും ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ഈ ഒരു ഫാക്ടർ കണ്ടുപിടിക്കണം. അതായത് അതിന്റെ വാല്യൂ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വാല്യൂ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റൂടെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും, തീറ്റ എസ് ഇൻറ്റു മ്യൂ. മ്യൂ വാല്യൂ രണ്ടിനും ഒന്നായതുകൊണ്ട് തന്നെ തീറ്റ എസിന്റെ മ്യൂ വാല്യൂ കിട്ടുന്നത് ഫസ്റ്റിന് കിട്ടുന്നത് 1.46 ആണ് മോട്ടോർ പുള്ളിക്ക്. ഇനി വിഞ്ച് പുള്ളി ഡ്രിവൺ പുള്ളിക്ക് എന്താ കിട്ടും, വാല്യൂ 0.506 × 3.4 1.71 എന്നും കിട്ടും. ഇതിനകത്ത് ചൂസ് ഉള്ളത് കുറഞ്ഞ വാല്യൂ, അതായത് 1.46 എന്നുള്ള വാല്യൂ ആണ് ചൂസ് ചെയ്യാനുള്ളത്. അതായത് കുറഞ്ഞ വാല്യൂ ആണ് ചൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ആദ്യമേ നമുക്ക് ആംഗിൾ ഓഫ് കോണ്ടാക്ട് കിട്ടിയപ്പോൾ തന്നെ ചെറിയ വാല്യൂ എടുത്തുകൂടായിരുന്നു എന്ന് ചോദിക്കും. ഈ കാൽക്കുലേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ രണ്ടിന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഫ്രിക്ഷൻ കോണ്ടാക്ട് ആണ് വരുന്നതെങ്കിൽ അവിടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വാല്യൂ വ്യത്യാസം വരികയും ഈ ഒരു ഫാക്ടർ ചെക്ക് ചെയ്യേണ്ടതായിട്ടും വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ പറഞ്ഞത്. ചിലപ്പോൾ 20 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനൊരു ഡേറ്റ ഉണ്ടാവും. ചിലപ്പം ഡ്രൈവർ പുള്ളി വേറൊരു മെറ്റീരിയലും ഡ്രിവൺ പുള്ളി വേറൊരു മെറ്റീരിയൽ, രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ.
സ്വാഭാവികമായി തന്നെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വാല്യൂ വ്യത്യാസം വരും. ഇപ്പോൾ ടേബിൾ നോക്കിയാൽ മതി. ടേബിളിൽ നമുക്ക് വ്യത്യസ്തമായ വാല്യൂ കിട്ടും. ആ സമയത്ത് ഈ ഒരു ഫാക്ടർ കണ്ടുപിടിക്കാം. മ്യൂ എസ് ഇൻറ്റു തീറ്റ എസും മ്യൂ എൽ ഇൻറ്റു തീറ്റ എല്ലും. അത് ഒരു അഡീഷണൽ കാര്യമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇൻ കേസ് ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നിനക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അത് ഓർമ്മിച്ച് വെച്ചേക്കുക. ദെൻ നമുക്ക് ബാക്കി കാൽക്കുലേഷനിലോട്ട് പോവാം. നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡിസൈൻ പവർ 18 അറിയാം. ബി ടി വിഡ്ത്തും തിക്നെസ്സും അറിയത്തില്ല, അവിടെ കിടക്കട്ടെ. ബാക്കി വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വി അറിയാം. ദെൻ ഡബ്ല്യു 9810 ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ജി 9.81 ഫാക്ടർ മ്യൂ തീറ്റ ഫാക്ടർ വെച്ചത് 1.46 എടുത്തു. എഫിഷ്യൻസി 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ബി ഇൻറ്റു ടി എന്ന് പറഞ്ഞ ഫാക്ടർ നമുക്കിവിടെ കിട്ടുന്നത് 7.5 സ്ക്വയർ ആണ്. സോറി 7.665 mm² എന്ന് കിട്ടും. ബി ഇൻറ്റു ടി. ഇനി ബി ഇൻറ്റു ടി കിട്ടിയതിന് ശേഷം നമുക്കൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാം, അതായത് തിക്നെസിന്റെ ഒരു കണ്ടീഷൻ. നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡി മിനിമം ബൈ ടി ലെസ് ദാൻ 15 എടുക്കുന്നു. അതിൽ നിന്ന് നമുക്ക് എന്താ എഴുതാം? ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.02 ഡി എന്നൊക്കെ എടുക്കാം. ഡി 400 ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 400/50 എത്രയാണ്? 8. ടി തിക്നെസ് വാല്യൂ 8 mm എന്ന് എടുക്കാം. 8 mm എടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പഴയ ഇക്വേഷൻ ബി ഇൻറ്റു ടി 765 അല്ലായിരുന്നു, അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബി ഈസ് ഈക്വൽ ടു 765/8 എന്ന് കിട്ടി. വാല്യൂ 95.63 mm. ഓക്കെ, ഇത് നമുക്കൊന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ 95.63 എന്ന് പറയുന്ന വാല്യൂ നിങ്ങൾ ടേബിൾ 14.1 പേജ് നമ്പർ 305 ഒന്ന് എടുത്ത് നോക്കൂ. അതിനകത്ത് ആ റേഞ്ച് നോക്കുമ്പോൾ മനസ്സിലാവും. അതായത് 24 to 102 എന്ന് പറയുന്ന റേഞ്ചിനകത്താണ് ഈ വാല്യൂ കിടക്കുന്നത്. 24 to 102 എന്ന് പറയുന്ന റേഞ്ചിലാണ് 95.63 വരുന്നത്. അവിടുത്തെ ഇൻക്രിമെന്റ് ബൈ 6 ആണ്. ഇൻക്രിമെന്റ് ബൈ 6 ആണ്. അപ്പം 24 + 6 30 + 6 അങ്ങനെ ആഡ് ചെയ്ത് പോവുക. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 96. അപ്പൊ 95.63 കഴിഞ്ഞിട്ട് കിട്ടുന്ന വാല്യൂ 96 ആയിട്ട് വരും. അവിടുത്തെ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് 96 ആണ്. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. ടു ഫൈൻഡ് ടെൻഷൻസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടെൻഷൻ വാല്യൂസ് T1, T2, T0, TC ഇതെല്ലാം കണ്ടുപിടിക്കണം. അപ്പൊ അതിനുവേണ്ടി 2 ഇക്വേഷൻ നമുക്ക് റെഫർ ചെയ്യാം. ഏതൊക്കെയാണ്? ഇക്വേഷൻ 14.5a പേജ് നമ്പർ 291, ഇക്വേഷൻ 14.3c പേജ് നമ്പർ 290. അപ്പൊ 2 ഇക്വേഷൻ അങ്ങോട്ട് എടുക്കുന്നു. ഫസ്റ്റ് ഇക്വേഷൻ ഏതാണ്? PD പവർ PD is equal to T1 - T2/1000 × V. V എന്ന് പറഞ്ഞ വെലോസിറ്റി. അപ്പൊ അതില് നമുക്ക് അറിഞ്ഞൂടാത്ത 2 കാര്യമുണ്ട്. T1 വാല്യൂ അറിയത്തില്ല, T2 വാല്യൂ അറിയത്തില്ല. അപ്പൊ അത് അതുപോലെ അവിടെ കീപ്പ് ചെയ്യുക. T1 - T2 കിട്ടുന്നത് ഈ വാല്യൂ ആണ് കിട്ടുന്നത്. 974.42 ന്യൂട്ടണിന് ആ ഡിഫറൻസ് കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ ആയിട്ടും കൊടുത്തു. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ, ഇനി കൺസിഡർ ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് T1 - TC/T2 - TC is equal to e⁻μ θ. രണ്ടാമത്തെ ഇക്വേഷൻ നോട്ട് ചെയ്യുക. T1 - TC/T2 - TC equal to e⁻μ θ. ഇത് ഇക്വേഷൻ പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട്, 14.3c പേജ് നമ്പർ 290. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇനി വേണ്ട കാര്യം TC ആണ്, സെൻട്രിഫ്യൂഗൽ ടെൻഷന്റെ വാല്യൂ. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. TC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. WBT V² divided by 10⁻⁶g. നമുക്ക് W അറിയാം 9810, B കണ്ടുപിടിച്ചു 96,
ടി അറിയാം 8, വി 18.48 അതിന്റെ സ്ക്വയർ, ജി 9.81, ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ടി സി വാല്യൂ എന്ത് കിട്ടും? 262.27 ന്യൂട്ടൺ കിട്ടും. ഇതാണ് ടി സി വാല്യൂ. ടി സി കിട്ടിയ എന്ത് ചെയ്യണം? ഇക്വേഷൻ ഈ 14.3c ഇക്വേഷൻ 290 ഇക്വേഷനിൽ വന്നിട്ട് ടി സി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടി സി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇ റൈസ് ടു മ്യൂ തീറ്റ നമുക്ക് അറിയാം. ഇ റൈസ് ടു മ്യൂ തീറ്റയിലെ മ്യൂ അറിയാം, തീറ്റ അറിയാം. നമ്മൾ അതായത് സ്മാൾ ആംഗിൾ എടുത്താൽ തീറ്റ എസ് എടുത്താൽ മതി. അപ്പോൾ ഇ റൈസ് ടു മ്യൂ തീറ്റയിലെ മ്യൂ അറിയാം, തീറ്റ അറിയാം. രണ്ടുകൂടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ രണ്ടുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. രണ്ടുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ഇങ്ങനെയാണ്. T1 മൈനസ് ടി സി ഇ റൈസ് മ്യൂ തീറ്റ ഇൻറ്റു T2 മൈനസ് ടി സി എന്ന് എഴുതി. മ്യൂ തീറ്റ വാല്യൂ 1.46 ആയിരുന്നു. ദെൻ അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ T1 മൈനസ് ടി സി അങ്ങനെ വരും. അതിനകത്ത് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് T1 മൈനസ് T2 വാല്യൂ ഉണ്ടല്ലോ, അപ്പോൾ അതിന് T1 ഈക്വൽ ടു സംതിങ് ഇൻറ്റു T2 അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും റിലേഷൻ കിട്ടി. T1 T2 വേറെ റിലേഷൻ കിട്ടി. അതിന് സോൾവ് ചെയ്യുമ്പോൾ T1 ഈക്വൽ ടു 1531.67 എന്ന് കിട്ടും. T2 വാല്യൂ 557.2 എന്ന് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ, അതായത് നിങ്ങളിപ്പോൾ ഇക്വേഷൻ 1ഉം നേരത്തെ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 എഴുതി വെച്ചായിരുന്നു. അതായത് പവർ യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷനും T1 മൈനസ് ടി സി ബൈ T2 മൈനസ് ടി സി ഇ റൈസ് ടു മ്യൂ തീറ്റ, ആ ഇക്വേഷൻ നമ്പർ 2 എടുത്തു. അപ്പോൾ രണ്ട് ഇക്വേഷൻ, T1ലെയും T2ലെയും രണ്ട് ഇക്വേഷൻ, ആ രണ്ട് ഇക്വേഷൻ കൂടി എന്ത് ചെയ്യണം? സോൾവ് ചെയ്തെടുത്താൽ മതി. അവിടെ രണ്ടെണ്ണമല്ലേ ഉള്ളൂ, T1ഉം T2. അത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ആ ബേസിക് വെച്ചിട്ട് സോൾവ് ചെയ്തിട്ട് T1 T2 വാല്യൂ എഴുതുക. ഓക്കെ, ഇനി ലാസ്റ്റ് കാര്യം ഇനീഷ്യൽ ടെൻഷൻ. ഇനീഷ്യൽ ടെൻഷൻ വേറൊന്നുമല്ല, ഇക്വേഷൻ ഉണ്ട്. പേജ് നമ്പർ 290 14.8. ഈ ഇക്വേഷൻ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള വാല്യൂസ് എന്ന് പറയുന്നത് T1 T2 ആണ്. കണ്ടുപിടിക്കേണ്ടത് T0. ഇനീഷ്യൽ ടെൻഷൻ എന്ന് പറയുന്നത് T0 ആണ്. അപ്പോൾ T0 ഇക്വേഷൻ, ആ ഇക്വേഷനിൽ T1 T2 നേരത്തെ കിട്ടി. അതെടുത്ത് ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ T0 വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് ബേസിക് മാത്സ് ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. രണ്ട് ഇക്വേഷൻ, രണ്ട് അൺനോൺ പ്രോബ്ലം ചുമ്മാ സോൾവ് ചെയ്ത് നോക്കുമ്പോൾ T1 T2 വാല്യൂ കിട്ടി. അതിനുശേഷം വന്ന് ഇനിഷ്യൽ ടെൻഷനും കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. ഇത്രയാണ് ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ. നമുക്ക് സെഷൻ കഴിഞ്ഞു. പ്രോബ്ലം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ പ്രൊസീജിയറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ, യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് റെഫർ ചെയ്തേക്കുന്ന ടെക്സ്റ്റ് രാഘവേന്ദ്ര, കെ രാഘവേന്ദ്ര, ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് 2, CBS പബ്ലിഷേഴ്സിൻ്റെ. അതിനകത്ത് ടെക്സ്റ്റിൽ ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്തിട്ടുണ്ട്, ഇക്വേഷൻ പോർഷൻ. അതായത് ആ പേജ്, ആ എഴുതിയേക്കുന്ന, ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്, അതായത് പ്രിന്റ് ചെയ്ത് വന്നേക്കുന്ന ഇക്വേഷൻ അവർ ലാസ്റ്റ് അത് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് പഴയ ഡാറ്റാ ബുക്ക് എഡിഷൻ വെച്ചിട്ടുള്ള പേജ് നമ്പറും കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. രാഘവേന്ദ്ര നോക്കിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസും സ്റ്റെപ്പും കാര്യങ്ങളും റെഫർ ചെയ്തേക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ ചോദിക്കുക, സ്റ്റെപ്പ് 10 സ്റ്റാൻഡർഡൈസേഷൻ ആണോ? ഓക്കെ, സ്റ്റെപ്പ് 10. ഓക്കെ, സ്റ്റെപ്പ് 10 സ്റ്റാൻഡർഡൈസേഷൻ ഒന്നുമില്ല, ഇത് ഈസിയാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം, വേറെ ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ ബി വാല്യൂ ഇവിടെ നിന്ന് കിട്ടി. ബി വാല്യൂ ഇപ്പോൾ ഡിസ്പ്ലേ കാണുന്നുണ്ടല്ലോ. ബി വാല്യൂ ബൈ കാൽക്കുലേഷൻ 95.63. ഓക്കെ, വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഈ ഒരു സൈഡ് അങ്ങ് നോക്കിയാൽ മതി. ഇൻക്രിമെന്റ് ഓഫ് വിഡ്ത്ത്, ഈ ഒരു പോർഷൻ, വേറെ ഒന്നിനും നിങ്ങളിപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഇൻക്രിമെന്റ് ഓഫ് വിഡ്ത്ത്. ഇനി 95.63 ഏത് റേഞ്ചിൽ വരും നോക്കുക. ഇവിടെ റേഞ്ച് വരുന്നത് ഇത്രേ ഉള്ളൂ, 24 to 102, അതിനിടയ്ക്കാണ് വാല്യൂ വരുന്നത്.
ഓക്കെ, അവിടെ കൊടുത്തിരിക്കുന്ന ഇൻക്രിമെന്റും പറഞ്ഞിട്ടുണ്ട്. 6 ആണ് പറഞ്ഞേക്കുന്ന ഇൻക്രിമെന്റ്. അപ്പൊ എന്ത് ചെയ്യണം? 24 കഴിഞ്ഞിട്ട് അടുത്ത വാല്യൂ എന്തായിരിക്കും? 30. 24 + 6 30. അടുത്ത വാല്യൂ 36. അടുത്ത വാല്യൂ 42. അടുത്ത വാല്യൂ എന്ത് വരും? 48. അടുത്ത വാല്യൂ ആഡ് 6 വെച്ച് ആഡ് ചെയ്ത് പോകണം. 48, 54, 60, 66, 72, 78, 84, 90. അടുത്ത വാല്യൂ 96. അപ്പൊ 95 കഴിഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് വാല്യൂ 96. അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ സാർ, യൂട്യൂബിൽ 2 ഡൗട്ട് ഉണ്ട്. അത് കോമൺ ഡൗട്ട് ആണ്, മറ്റേതല്ല, ടോപ്പിക് റിലേറ്റഡ് അല്ല. ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഡെറിവേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. തിയറി പോർഷനോ ഡെറിവേഷനോ? ഓക്കെ, ഡെറിവേഷൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം. ഒന്ന്, നമ്മുടെ മാക്സിമം പവർ കണ്ടീഷൻ ഉണ്ടല്ലോ, അതായത് കണ്ടീഷൻ ഫോർ മാക്സിമം പവർ ട്രാൻസ്മിഷൻ, അതൊന്ന് നോക്കി വെച്ചേക്കണം. കാര്യം പ്രോബ്ലം ഈസി ആണെങ്കിൽ, ചെറിയ പ്രോബ്ലം ആണെങ്കിൽ അതിൻ്റെ ഒരു 7-8 മാർക്കിനൊരു ഡെറിവേഷൻ കൂടെ കാണും. അപ്പോൾ ഓർമ്മിക്കുക, എഴുതി വെച്ചേക്കുക, കണ്ടീഷൻ ഫോർ മാക്സിമം പവർ ട്രാൻസ്മിഷൻ. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ വരുന്നത് നമ്മുടെ പവറിൻ്റെ ഇക്വേഷൻ ഇല്ലേ, T1 - T2 V/1000, എഴുതി വെച്ചേക്കുക 14.5A, പേജ് നമ്പർ 291 ഇക്വേഷൻ. അതും നമ്മുടെ 14.3A, പേജ് നമ്പർ 290, ആ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. T1/T2 = e⁻μθ എന്ന് പറഞ്ഞ ഇക്വേഷൻ കൂടെ ഉണ്ട്. അതായത് ആ രണ്ട് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ Tmax ഒരു കാര്യം കൂടെ എടുക്കാം. Tmax = T1 + Tc എന്നൊക്കെ എടുക്കാം. അതായത് Tmax എന്ന് ഉദ്ദേശിക്കുന്നത് മാക്സിമം ടെൻഷൻ, മാക്സിമം പോസിബിൾ ടെൻഷൻ. അതെന്തായിരിക്കും? ടൈറ്റ് സൈഡിലെ ടെൻഷനും സെൻട്രിഫ്യൂഗൽ ടെൻഷനും ആഡ് ചെയ്യുന്നതാണ്. ആ ഒരു ടെൻഷൻ Tmax എടുത്തിട്ട് പവറിന്റെ ഇക്വേഷൻ നമ്മൾ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊക്കെ എടുത്ത് വരുമ്പോൾ എന്നിട്ട് നമ്മൾ വെലോസിറ്റിക്കൊക്കെ ഡെറിവേറ്റീവ് എടുക്കും. ഡിറൈവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് Tmax = 3Tc എന്ന് കിട്ടും. ശ്രദ്ധിക്കുക, Tmax = 3Tc മീൻസ് T മാക്സിമം എന്ന് പറയുന്നത് 3 ടൈംസ് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ എന്ന് കിട്ടും. അപ്പൊ അതിന്റെ ഡെറിവേഷൻ കാര്യങ്ങൾ ടെക്സ്റ്റിലൊക്കെ, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിലൊക്കെ അവൈലബിൾ ആണ്. നമുക്കത് വേണമെങ്കിൽ വേറൊരു സെഷനിൽ ആ ഒരു പോർഷൻ പ്രസന്റ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഓർമ്മിക്കുക, ആ ഒരു ഡെറിവേഷൻ നോക്കി വെച്ചോണം, കണ്ടീഷൻ ഫോർ മാക്സിമം പവർ ട്രാൻസ്മിഷൻ. ഓക്കെ സാർ, അടുത്ത അത് കിട്ടും. Tmax ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ പോർഷനിൽ സാധാരണ ക്വസ്റ്റ്യന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇപ്പം ഏതൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്? ഓക്കെ, ഈ പോർഷനിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഒന്ന് ഇതിന്റെ പ്യുവർ ഡിസൈൻ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ ചോദിക്കും. ഒരു പവർ ടു ബി ട്രാൻസ്മിറ്റഡ് ഡേറ്റ കാണും, ഫ്ലാറ്റ് ബെൽറ്റ്, മോട്ടോർ RPM കാണും, വെലോസിറ്റി റേഷ്യോ, ദെൻ ഔട്ട്പുട്ട് ഡ്രിവൺ RPM കാണും, അല്ലെങ്കിൽ പിന്നെ അതിന്റെ സെന്റർ ഡിസ്റ്റൻസ് കാണാം, അല്ലെങ്കിൽ സർവീസ് കണ്ടീഷൻ, പിന്നെ മെറ്റീരിയൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നിട്ട് അവർ പറയും അതിന്റെ ബെൽറ്റ് ഡിസൈൻ ചെയ്യാൻ പറയും. ഇതെങ്ങനെയാണ് ബേസിക് ആയിട്ട് കൊണ്ടുവരുന്ന ക്വസ്റ്റ്യൻ. അതിനകത്ത് ക്വസ്റ്റ്യന്റെ ലെങ്ത് ആവുന്നത് എപ്പോഴെന്ന് വെച്ചാൽ ഇതിന്റെ ഡേറ്റാസ് കൂടുതൽ തരും. ഇപ്പൊ ആംഗിൾ ഓഫ് കോൺടാക്ട് തരാം, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ചിലപ്പോൾ ഡയറക്റ്റ് പറയാം. കുറെ ഡേറ്റാസ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ലെങ്തി ആവും. അപ്പോൾ നമ്മുടെ അസംഷനും കുറഞ്ഞിരിക്കും. നമ്മൾ അസ്യൂം ചെയ്യാനുള്ള പല ഭാഗത്തും നമുക്ക് ക്വസ്റ്റ്യനിലെ ഡേറ്റ ഉണ്ടായിരിക്കും. അതായിരിക്കും പ്രത്യേകത. ഓക്കെ സാർ, അപ്പൊ നമുക്കിനി അടുത്ത സെക്ഷൻ സാറിൻ്റെത് ഡേ ആഫ്റ്റർ ടുമോറോ ആണ്. അപ്പൊ ആ സെക്ഷനിൽ അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ സെക്ഷനോ ഈ സെക്ഷന്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ലാസ്റ്റ് സെക്ഷനിൽ നമുക്ക് ചോദിക്കാം ഈ മൊഡ്യൂളിൽ. അപ്പൊ എല്ലാവരും നോക്കിയിട്ട് വരിക. പിന്നെ ഇതിന്റെ കഴിഞ്ഞ സെക്ഷനും ഈ സെക്ഷന്റെ വീഡിയോ ഡിസാപ്പിന്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ഓക്കെ, വേറൊരു കാര്യം കൂടി, നിങ്ങൾ ഈ ഒരു സെഷൻ കാണുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പരമാവധി ലൈവായിട്ട് തന്നെ ചെയ്ത് പോവുക. അപ്പോഴേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കൂടുതൽ ഡൗട്ട് വരത്തുള്ളൂ. കാര്യം നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നതിനേക്കാളും നല്ലത് പ്രോബ്ലം ചെയ്യുമ്പോൾ തോന്നുന്ന ഡൗട്ട് മനസ്സിലാക്കി വെച്ചിട്ട് പറഞ്ഞതുപോലെ അടുത്ത സെഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. കഴിഞ്ഞ സെഷനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോബ്ലം ചെയ്തപ്പോൾ ഇന്നൊരു കാര്യം ഐഡന്റിഫൈ ചെയ്തു, ആ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ MEC Creative Assist ഫോർ അറേഞ്ചിങ് ദിസ് സെഷൻ. നിങ്ങൾ ഈ വീഡിയോ നമുക്ക് എഡ്യൂസ് ആപ്പിൽ അവൈലബിൾ ആണ്. വേറെ ഡൗട്ട്
സാർ വേറൊരു ചോദിച്ചിരിക്കുന്നത് വേറെ തിയറി ഒന്ന് മെൻഷൻ ചെയ്യാവുന്ന വേറെ തിയറി ടോപ്പിക്സ് ഒന്ന് മെൻഷൻ ചെയ്യാമോ? തിയറി ടോപ്പിക്സ് 5th മൊഡ്യൂൾ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കമ്പാരിസൺ ബിറ്റ്വീൻ വി ബെൽറ്റും ഫ്ലാറ്റ് ബെൽറ്റും വി ബെൽറ്റും തമ്മിലൊരു കമ്പാരിസൺ ചോദിക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ ഐഡിലർ പുള്ളി, ഇപ്പൊ 2 മാർക്കിന് വേണമെങ്കിൽ എന്താണ് ഐഡിലർ പുള്ളി എന്ന് ചോദിക്കാം. അപ്പൊ ഐഡിലർ പുള്ളി യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളെ ടെൻഷൻ, ടൈറ്റ് സൈഡിലെ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐഡിലർ പുള്ളി ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ജോക്കി പുള്ളി എന്നൊക്കെ വിളിക്കും. ഇപ്പൊ വേറെ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് റെഫർ ചെയ്തിട്ട്, ഇപ്പൊ ടൈപ്പ് ഓഫ് വി ബെൽറ്റ്, അത് വേറെ പോർഷൻ ആണ് ഈ 5th മൊഡ്യൂളിൽ തന്നെ. പിന്നെ ഇതിൽ തന്നെ ചെയിൻ ഡ്രൈവും കൂടെ ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം, ചെയിൻ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ചെയിൻ ഡ്രൈവിന്റെ കാര്യം ഇപ്പം നേരത്തെ കഴിഞ്ഞ വട്ടം ചെയിൻ ഡ്രൈവിന്ന് തിയറി ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചെയിൻ ഡ്രൈവ് നോക്കി വെച്ചാൽ, അതായത് ഇപ്പൊ ഈ ചെയിൻ ഡ്രൈവിൽ നമുക്ക് അടുത്ത സെഷനിൽ എടുക്കാം, കാരണം കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഡേ ആഫ്റ്റർ ടുമോറോ അല്ലേ? ഡേ ആഫ്റ്റർ ടുമോറോ. നാളെ നമ്മൾ നടക്കുന്നത് മൊഡ്യൂൾ 3യുടെ ലെക്ചർ ആയിരിക്കും ഇന്ന്. ഇത് പിന്നെ നമുക്കൊരു ഒരു ഡൗട്ടും കൂടെ വന്നേക്കുന്നത്, ലെങ്ത് ഓഫ് ഓപ്പൺ ബെൽറ്റ് ക്രോസ് ബെൽറ്റ് ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ലെങ്ത് ഓഫ് ഓപ്പൺ ബെൽറ്റ് ക്രോസ് ബെൽറ്റ് ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ കേറ്റീവ് ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാനും പറ്റത്തില്ല. അതാണ് ഒരു വിഷയം എന്ന് പറയുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസി എന്ന് പറയുമ്പോൾ നോക്കട്ടെ. ഓക്കെ, പറ്റുമെങ്കിൽ പഠിക്കുക. അതായത് ഇപ്പം എക്സ്ട്രാ എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ അത് പഠിച്ചു വെക്കുന്നുണ്ട്, യാതൊരു തെറ്റുമില്ല, പഠിച്ചു വെച്ചേക്കുക. അതിന്റെ ആ ഒരു സീക്വൻസ് എഴുതുന്ന എങ്ങനെയാന്നുള്ള ഒരു സീക്വൻസ് ഉണ്ടാക്കി വെച്ചിട്ട് പഠിച്ചു വെക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. ഇതുപോലെ കേറ്റീവ് മാറി ചിന്തിച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ രക്ഷപ്പെടാം. അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, പാർട്ട് സിയിൽ നമുക്ക് കണക്റ്റിംഗ് റോഡ്, വി ബെൽറ്റ്, ഫ്ലാറ്റ് ബെൽറ്റ്, ചെയിൻ ഡ്രൈവ്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് പഴയ പാറ്റേണിലായിരുന്നെങ്കിൽ 20 മാർക്കിന് 2 ക്വസ്റ്റ്യൻ ഫുൾ ക്വസ്റ്റ്യൻ ആണ് എഴുതാനുണ്ടായിരുന്നത്, 40 മാർക്കിന്. അപ്പൊ നമുക്ക് എന്തായാലും എവിടെ നിന്ന് എവിടെയെങ്കിലും കിട്ടും. അപ്പൊ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യണമെന്നല്ല പറഞ്ഞത്, പറ്റുമെങ്കിൽ പഠിക്കുക. ഓക്കെ സാർ, താങ്ക് യു. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ഫൈൻ, താങ്ക് യു.